ദൈവസന്നിധിയിൽ ഇരുന്നാലും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് നിൽക്കുവാൻ കർത്താവ് തന്ന അനുഗ്രഹത്തിനായി അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. കഴിഞ്ഞ നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് ഇന്ന് തുടങ്ങേണ്ടതിന് ഒരു പഴയ വിഷയം എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒരിക്കൽ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ഇടപെട്ടു, ഇന്നൊരു പ്രാവശ്യം കൂടി അത് ഇടപെട്ടു. കർത്താവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ശാസ്ത്രി, വചനശാസ്ത്രി പഴയതും പുതിയതുമായ തൻ്റെ സമ്പത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നു. ദൈവിക സമ്പത്തിൻ്റെ പതിവായി ഉപയോഗിച്ച് വരുന്ന പഴയ ഭാഗങ്ങളും പുതുതായി ദൈവം തരുന്ന ആശയങ്ങളും ഒരുമിച്ച് ചേർത്ത് വിളമ്പുന്നതാണ് ദൈവവചനപ്രകാരം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വചനശാസ്ത്രി എന്നൊരാശയമുണ്ട്. നമുക്കൊരു പഴയ വേദഭാഗങ്ങളെല്ലാം പഴയതാണ്. കാര്യം ഇത് 10,000-2000 വർഷത്തിന് മുമ്പേ ഉള്ളതല്ലേ. അതുകൊണ്ട് പുതിയ നിയമത്തിൽ നിന്ന് ഒരു പഴയ ഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ന്റെ 30-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ഞാനിത് പറയുമ്പോഴെല്ലാം ഓർപ്പിക്കാറുണ്ട്, ഏത് ഭാഷയിലും ഏത് സാഹചര്യത്തിലും എന്നും കഥകളുണ്ടാകും. നമ്മളെക്കുറിച്ച് കഥകളുണ്ടാകും, ഓരോരുത്തരെക്കുറിച്ചും ഉണ്ടാകും. പുസ്തകങ്ങളിൽ വരും, മാസികകളിൽ വരും. പക്ഷേ ഇതെല്ലാം ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ടങ്ങ് പോകും. ഇന്ന് പത്രത്തിലെ പ്രധാന വാർത്തയായി വരുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ കൊച്ചു വാർത്തയാകും, ഒരു വർഷം കഴിയുമ്പോൾ ആളുകളത് മറക്കും, നിലനിൽക്കത്തില്ല. പക്ഷെ അങ്ങ് ഇനി ചില കഥകൾ, ഇതൊരു കഥയാണ്, അല്ലെങ്കിൽ ഒരു ചരിത്ര ഭാഗമാണ്, ഒരു ഉപമാ ഭാഗമാണ്. ചില ഉപമകൾ, ചില ചരിത്രങ്ങൾ നീണ്ട നാൾ നിലനിൽക്കും. അപൂർവം ചില ഉപമകൾ കാലം കഴിയും തോറും പുത്തൻ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തും. പിന്നെയും അധികം ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങും. അതിലൊന്നാണ് ഇത്. എന്തുകൊണ്ടായിരിക്കും ഇത് അധിക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തതും അധികം ഭാഷകളിൽ പറയുന്നതും? ഒന്ന്, പറയേണ്ടവൻ പറഞ്ഞ കഥയാണ്. അതുകൊണ്ടാണ് ഇത് യേശുവിൻ്റെ വായിൽ നിന്ന് വീണതാണ്. യേശു ഈ പ്രപഞ്ചത്തെ ഉരുവാക്കിയ ശേഷം, അഥവാ ദൈവം ഈ പ്രപഞ്ചത്തെ ഉരുവാക്കുകയും പ്രപഞ്ചത്തെ വളർത്തുകയും ചെയ്യുന്നവനാണ്. താനൊരു ഉപമ പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിനകത്ത് സമ്പത്ത് വീണ്ടും പകർന്നുകൊണ്ടിരിക്കും. പുത്തൻ വ്യാഖ്യാനങ്ങളിലേക്ക് ഇറങ്ങുമാറ് അതിനെ വളർത്തിക്കൊണ്ടിരിക്കും. തലമുറകൾ കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും കഥയുടെ അതിൻ്റെ മാന്യത മാറുന്നില്ല, അത് പിന്നെയും പോയിക്കൊണ്ടിരിക്കുക. അഥവാ എന്നുമെന്നും അർത്ഥപുഷ്ടിയിൽ വർദ്ധിച്ചു വരുന്നൊരു കഥയാണ് യേശു പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു കഥ. എന്താണ് ഈ കഥ? ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ വഴിമധ്യേ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ഒരുപാട് വിശദീകരണമുണ്ട്, ഇന്നൊരു ദിവസം കൊണ്ട് തീരുന്നത് മാത്രം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ആ കള്ളന്മാരവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനാക്കി ഒറ്റപ്പെടുത്തി വഴിയറമ്പിൽ വിട്ടേച്ചു പോയി. എതിർച്ചയ ഒരു പുരോഹിതൻ അതുവഴി വന്നു, അവനെ കണ്ടു, സഹായിക്കാതെ മാറിപ്പോയി. രണ്ടാമതൊരു ലേവ്യൻ, ഒരു മതപുരുഷൻ അതുവഴി വന്നു, ഇവനെ കണ്ടു, സഹായിക്കാൻ കഴിയാതെ മാറിക്കടന്നുപോയി. മൂന്നാമത് ജാതിയിൽ താണവനെന്ന് യഹൂദന്മാർ പൊതുവെ വിളിച്ച നീചനും നികൃഷ്ടനും എന്നവർ കരുതിയിരുന്ന ഒരു ശമര്യക്കാരനോ ആ വഴി വന്നു. ഈ മനുഷ്യനെ കണ്ടു. ഞാൻ യേശു പറഞ്ഞിരിക്കുന്ന കഥ അത്യാവശ്യം വിശദീകരണങ്ങൾ ചേർത്ത് ആവർത്തിക്കുക. ഈ മനുഷ്യനെ കണ്ടു. ആ ശമര്യക്കാരൻ്റെ മനസ്സലിഞ്ഞു. ഈ മനുഷ്യനോട് അടുത്തു ചെന്നു, എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകൾ കെട്ടി. അടുത്തത്, അവനെ എടുത്ത് തൻ്റെ വാഹനത്തിൽ കയറ്റി ഒരു വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ശമര്യക്കാരൻ വഴിയമ്പലത്തിൽ നിന്ന് പോകുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. ഇതുകൊണ്ട് ഇവനെ ശുശ്രൂഷ ചെയ്യണം. അധികം എന്തെങ്കിലും ചെലവിടേണ്ടി വന്നാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു പോയി. ഇതാണ് കഥ രത്നച്ചുരുക്കത്തിൽ. നിസാരമെന്ന് തോന്നും ഒറ്റ കേൾവിക്ക്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പുതുമ നഷ്ടപ്പെടാത്ത കഥ, അതിനെ ആളുകൾ ഇന്നും വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന കഥ. ഇതിൻ്റെ അകത്തോട്ട് നമ്മളൊന്ന് കയറാൻ പോകാം. ഒന്ന്, യേശു ഇത് ആരോട് പറഞ്ഞ കഥയാണ്? ഏത് സാഹചര്യത്തിലാണ്? യേശുവിൻ്റെ ഇഹവാസ ജീവിതത്തിൽ താൻ ദൈവപുത്രനായിരിക്കെ മനുഷ്യവേഷം ധരിച്ച് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി നടക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു ദുഷ്ടശക്തിയുണ്ട്. അതിൻ്റെ പേരാണ് പിശാച്. പിശാചെന്ന മഹാകള്ളൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയ ഒരു ജനതയെ അവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി വില മുടക്കി അവരെ സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവപുത്രനെ പിശാചിന് ഇഷ്ടമല്ല. കാര്യം അവൻ്റെ കയ്യിൽ നിന്ന് ആളുകൾ പോകും. ആകയാൽ യേശുവിനെ എങ്ങനെയെങ്കിലും ഒതുക്കേണ്ടതിന് ഒരുപാട് പേര് യേശുവിൻ്റെ പുറകെ ഉണ്ടായിരുന്നു.
രാഷ്ട്രീയക്കാർക്ക് യേശുവിനോട് പ്രധാനമായും വിരോധമില്ലായിരുന്നു. കാര്യം തൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പറഞ്ഞിരുന്നു. ഈ ഭൂമിയിൽ ഒരു രാജ്യത്വം കെട്ടിപ്പടുക്കാനോ ഇവിടെ ഒരു വോട്ട് പിടിക്കാനോ ആളുകളെ ചേർക്കാനോ, ആളുകളെ ചേർത്തിരുന്നെങ്കിലും ഒരു രാഷ്ട്രീയ ചുവയിൽ ചേർക്കുവാനോ യേശു മെനക്കെട്ടില്ല എന്നതുകൊണ്ട് ഹേരോദാവിനും യേശുവിനോട് വിരോധമില്ലായിരുന്നു. വലിയ അത്ഭുതവും ചെയ്താൽ കാണാമെന്നൊരു ചിന്ത മാത്രം. ആർക്കും രാഷ്ട്രീയക്കാർക്ക് യേശുവിനോട് വിരോധമില്ലായിരുന്നു. പിന്നെ ആർക്കായിരുന്നു വിരോധം? ഏറ്റവും കൂടുതൽ മതപുരുഷന്മാർക്കായിരുന്നു. മതത്തിൻ്റെ പേരിൽ ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യനെ അകറ്റി പിടിച്ചൊതുക്കി വച്ചിരുന്ന യഹൂദ മതത്തിന് പ്രത്യേകിച്ചും യേശുവിനോട് മഹാവൈരാഗ്യമായിരുന്നു. കാര്യം യേശു ഇവിടെ വന്നാൽ മനുഷ്യൻ്റെ കണ്ണ് തുറക്കുകയും ഇന്നവരെ നടത്തിക്കൊണ്ടു പോകുന്ന മതമാർഗങ്ങളിൽ നിന്നവരെ മാറ്റി ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുകയും ചെയ്യും എന്നതിനാൽ യേശുവിനെ ഒതുക്കണം എന്ന് മതമാധ്യമങ്ങൾ തീരുമാനിച്ചു. മതം എന്നത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്ന ആലോചനയാണ്. മതമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, മനുഷ്യൻ്റെ ചിന്തയിൽ തെളിഞ്ഞു വരുന്ന അഭിപ്രായങ്ങളാണ്. യേശു ഒരു മതസ്ഥാപകനല്ല, ഒരു മതത്തിൽ വിശ്വസിച്ചവനുമല്ല. പകരം രക്ഷണ്യമായ ക്രിയകളെ ലോകത്തിനു വേണ്ടി തന്ന മനുഷ്യൻ്റെ രക്ഷകന്. ഞാനിന്ന് പ്രസംഗിക്കുന്നത് ഒരു മതമല്ല, പകരം മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുന്ന ആ നടക്കേണ്ട മാർഗമാണ്. ഒരു മാർഗം പ്രസംഗിക്കേണ്ടതിന് യേശു ഇറങ്ങി വന്നു. കേവലം പ്രസംഗം കൊണ്ട് മാത്രം യേശു നിർത്തിയില്ല, ജീവിതം കൊണ്ട് തെളിയിക്കാൻ തുടങ്ങി. ലളിത ജീവിതം, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും പ്രവർത്തിച്ചുകൊണ്ട് താൻ ആരാണെന്നത് വ്യക്തമാക്കുന്ന ഒരു ജീവിതം, താൻ പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കുന്ന ഒരു ജീവിതം, തൻ്റെ ഉപദേശത്തെ തെളിച്ചു കാണിക്കുന്ന ജീവിത ശൈലി, ഇവ ഒരുമിച്ച് ചേർന്നതോടെ യഹൂദമതം സ്തംഭിച്ചു. പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയാത്ത, അകത്ത് ജീവനില്ലാത്ത കേവലം പൊളിഞ്ഞ വാക്കുകൾ, പൊള്ളവാക്കുകളിൽ ഒതുങ്ങി നിന്ന മതത്തിന് യേശു ജീവിച്ചതുപോലെ ജീവിച്ചു കാണിക്കുവാൻ കഴിയാതെ വന്നതിനാൽ ഒന്ന്, അവർ യേശുവിനോട് എതിർത്തു. രണ്ട്, അവർ പഠിച്ചു വെച്ച മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനകളിൽ കഴിഞ്ഞ് ഒരു ദൈവിക വെളിപ്പാട് അവരിൽ ആർക്കും കിട്ടാതെ വന്നതിനാൽ അവർ ദൈവത്തിങ്കിൽ നിന്ന് പറയുന്നതോ പഠിച്ചത് പറയുന്നതോ എന്ന് സാധാരണ യഹൂദൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്നും ദൈവികമായ ആലോചനകളുമായി ഇറങ്ങി വന്ന പുത്തൻ വെളിപ്പാടുകൾ പകർന്നു കൊടുത്ത യേശുവിനെ ജനം അംഗീകരിക്കുവാൻ തുടങ്ങിയതും അതുകൊണ്ട് അവരുടെ ശ്രേഷ്ഠന്മാർ യേശുവിനെ പകച്ചതും. ഇങ്ങനെ പകയ്ക്കുന്ന ജനതയുടെ നടുവിൽ യേശുവിനെ ഒന്ന് തരം താഴ്ത്തി ഞാനാണ് മിടുക്കൻ എന്നൊന്ന് തെളിയിക്കേണ്ടതിന് ഒരു ന്യായശാസ്ത്രി ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി. ഒരുപാട് ന്യായശാസ്ത്രിമാർ സംസാരിക്കാൻ വരുമ്പോൾ ഇമ്പമുള്ള വാക്കുകൾ കേൾക്കുമെങ്കിലും അവരുടെ ഹൃദയം വളഞ്ഞതാണ് എന്ന് മറക്കല്ല്. ഇവൻ യേശുവിനെ എങ്ങനെയെങ്കിലും ഒതുക്കേണ്ടതിന്, യേശുവിനെ എവിടെയെങ്കിലും ഒന്ന് തോപ്പിക്കേണ്ടതിന്, താൻ സ്വയം നീതീകരിക്കേണ്ടതിന്, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് സ്വയം സ്ഥാപിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ വന്ന് പാവം പിള്ളേര് ചോദിക്കുന്ന പോലൊരു ചോദ്യം ചോദിച്ചു. ഗുരു. ആ വിളിയൊക്കെ കേട്ടാലല്ലേ? ഞാനങ്ങെ ബഹുമാനിക്കുന്നു എന്ന ആശയത്തിലാണ്. ഗുരു, എനിക്ക് നിത്യജീവൻ വേണം. എടോ, തൻ്റെ നിത്യജീവൻ നഷ്ടപ്പെട്ടു. കാര്യം ജീവൻ്റെ വസ്തുതയൊന്നും തന്നിൽ കാണുന്നില്ല. ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ താങ്കളിൽ ഇല്ല. ജീവിക്കുന്നെങ്കിൽ എന്നുമെന്നും ഒരു നവീനത ഉണ്ടായിരിക്കും. ജീവൻ്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നിൽ കാണുന്നില്ല. അയാൾ വന്ന് ചോദിക്കുകയാണ്, നിത്യജീവൻ കരസ്ഥമാക്കേണ്ടതിന് ഞാൻ എന്തു വേണം? ആരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, സംശയമില്ല. നിത്യജീവൻ കരസ്ഥമാക്കേണ്ടതിന് ഞാൻ എന്തു വേണം? നിത്യജീവൻ ഉള്ളതായ ഒരു ആത്മാവിനെ സൃഷ്ടിച്ച് മരണത്തിന് അധീനമായ ശരീരത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന യേശുവിനോട് മാത്രമേ നിത്യജീവനെക്കുറിച്ച് ചോദിക്കാനൊക്കത്തുള്ളൂ. ഞാൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞ യേശു, വഴിയും സത്യവും ജീവനും, ഞാനെന്ന് പറഞ്ഞ യേശുവിന് മാത്രമേ നിത്യജീവനെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. ആ യേശുവിൻ്റെ അടുക്കലേക്കൊന്ന് പോകുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും അറിയാവുന്നവരോട് ചോദിച്ചാൽ കൊള്ളാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അപ്പന് വേറൊരു ഡോക്ടറാണ്. അപ്പൻ ഡോക്ടർ ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ് അപ്പന്. ഒരു സ്പെഷ്യാലിറ്റി അല്ല, ഹാർട്ടിനകത്ത് തന്നെ എന്തൊക്കെയോ പല സ്പെഷ്യാലിറ്റികളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വളരെ ഉന്നതമായി ഹാർട്ടിനെക്കുറിച്ച് പഠിച്ച പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറുടെ മകൻ, കൊച്ചു ഡോക്ടർ. അദ്ദേഹവും MBBSന് തുല്യമായ വിദ്യാഭ്യാസം കഴിഞ്ഞു, ഏതാണ്ടൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഹാർട്ടിനെ കുറിക്കുന്ന എന്തെങ്കിലും ഒരു സംശയം എനിക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അപ്പനോട് ചോദിക്കും, വേറെ ആരോടും ചോദിക്കുകയില്ല. കാര്യം എൻ്റെ അപ്പനോട് ചോദിച്ചാൽ ഹാർട്ടിനെ കുറിക്കുന്നത് മൊത്തം അറിയാം. അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത ഒന്നും ഇല്ല, കംപ്ലീറ്റ് അറിയാം. എന്തെങ്കിലും സംശയം ചോദിക്കുന്നെങ്കിൽ അറിയാവുന്നവനോട് ചോദിക്കും.
നാട്ടുകാരോട് അഭിപ്രായം ചോദിക്കുന്നതിന് പകരം നിത്യജീവൻ്റെ ഉടമയോട് അഭിപ്രായം ചോദിക്കുവാൻ ഈ മനുഷ്യന് ഒരു കൃപയാണ് സത്യത്തിൽ ലഭിച്ചത്. അവൻ്റെ ഉദ്ദേശം തെറ്റാണ്, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സ്വയം നീതീകരിക്കുകയാണ്. പക്ഷേ ദൈവം അവനെ കൊണ്ട് ചോദിപ്പിച്ചതാകാം. കാര്യം നിത്യജീവൻ പ്രാപിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിക്കേണ്ടതിന്, യേശുവിൻ്റെ തിരുവായിൽ നിന്ന് സത്യാവസ്ഥകൾ പുറത്തു വരേണ്ടതിന് ഈ ചെറുക്കൻ്റെ ചോദ്യം ആവശ്യമായിരുന്നു. ഇവൻ ചെന്നൊരു ചോദ്യം ചോദിച്ചു, ഗുരു, നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്തു വേണം? യേശു തിരിച്ചു ചോദിച്ചു, നീ ഇസ്രയേലിൻ്റെ ഗുരുവല്ലേ? നിനക്ക് ഇസ്രയേലിൻ്റെ ന്യായശാസ്ത്രം നന്നായി അറിയാവുന്നവനല്ലേ? നീ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒക്കുമോ എന്ന് നോക്കട്ടെ. അവൻ പറഞ്ഞു, അറിയാം, ഞാൻ പറയാം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നും അത്രേ. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നത് ഒക്കുന്നത് പോലെയൊക്കെ ഒപ്പിക്കാനല്ല, എൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നിൽക്കാനല്ല, എനിക്കിഷ്ടം പോലെ ചെയ്യാനല്ല, എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞതുപോലെ നടക്കാനല്ല, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിന്റെ ദൈവമായ കർത്താവിനെ സേവിക്കണം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാകട്ടോ, ഒത്തതുപോലെ സേവിച്ചു പോയാൽ നിത്യജീവൻ പ്രാപിക്കത്തില്ല, ഉള്ളതും നഷ്ടമായി വെറുതെ നരകത്തിൽ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. നാം ദൈവത്തെ സേവിക്കുന്നവരാകയാൽ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ തന്നെ നാം ദൈവത്തെ സേവിക്കണം. അതിനിടയ്ക്ക് യാതൊന്നുമില്ല. യേശു പറഞ്ഞു, വളരെ കറക്റ്റാണല്ലോ നീ പറഞ്ഞത്. നീ പോയി അതങ്ങ് ചെയ്യടാവേ, നീ രക്ഷപ്പെടും. നീ പോയി അങ്ങനെ അങ്ങ് ജീവിക്ക്, നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ പ്രമാണം നിനക്ക് അറിയാമെങ്കിലും നീ ജീവിക്കുന്നവനല്ല. പ്രമാണം നിന്റെ വായിലേ ഉള്ളൂ, നിന്റെ ജീവിതത്തിലില്ല. യേശുവിനെ തിരിച്ചു വേണമെങ്കിൽ പറയാം, ജ്ഞാനപ്രമാണത്തിൽ ജീവിക്കുന്നവനാ. ഇന്ന് നമ്മുടെ വാ കൊണ്ട് പറയുന്നത് പോലെ ജീവിക്കുക എന്ന ഒരാത്മാർത്ഥതയ്ക്ക് വേണ്ടി നമ്മെ ഒന്ന് വിട്ടുകൊടുക്കാം. ഇതിന് യേശു അവനോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി സംഗതി അവൻ്റെ ജീവിതത്തിൻ്റെ പൊള്ളത്തരം യേശു കണ്ടുപിടിച്ചു. നമ്മുടെ ഒക്കെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്ത വിവരമൊക്കെ അറിയാം. എന്നോടൊരു പ്രവാചകൻ പറയേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പാപം എനിക്കറിയാം, എൻ്റെ അകൃത്യം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, എനിക്ക് വിവരങ്ങൾ അറിയാം, എന്നോടാരും പറഞ്ഞു തരേണ്ടതില്ല. എന്നെ സ്വയശോധന ചെയ്യാൻ നോക്കിയാൽ എനിക്കെൻ്റെ ദോഷവശങ്ങൾ അറിയാം. ഇപ്പോഴിതങ്ങ് പരസ്യമായി പറഞ്ഞതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ജീവിക്കുന്നില്ലെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാ നിന്നെ ഒന്ന് കുരുക്കിയേ ഉള്ളൂ. അതിനേക്കാൾ നല്ലൊരു ചോദ്യം, അല്ല എൻ്റെ സ്നേഹിതനാരാ? ഞാൻ ആരെയൊക്കെ സ്നേഹിക്കണം? അന്നത്തെ മതസമ്പ്രദായത്തിൽ യഹൂദന് വിരോധമായി, അല്ലെങ്കിൽ യഹൂദനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന റോമക്കാരെ സ്നേഹിക്കാൻ പാടില്ല. അത് അവരുടെ രാഷ്ട്രീയ തത്വമാണ്. ഒരു റോമക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു പോയാൽ യഹൂദ മതത്തിന് വിരോധമാണ്. റോമക്കാരനെ എതിർക്കണമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നിയമത്തിനെതിരാണ്. അതിലേ പറഞ്ഞാലും ഇതിലേ പറഞ്ഞാലും യവനെ കുരുക്കും എന്ന തരത്തിൽ ഒരു ചോദ്യം. നമ്മുടെ ഇടയിൽ കുരുക്ക് ചോദ്യം ചോദിക്കുന്ന ഒരുപാട് ചെകുത്താന്മാരുണ്ട് കേട്ടോ. ഒരുപാട് ചെകുത്താന്മാർ. തനി ചെകുത്താനല്ല, ചെകുത്താൻ അകത്തിരിക്കുക, നമുക്കത് കാണത്തില്ല. നമുക്ക് ഈ സുന്ദരമായ മുഖവും വെള്ള ഉടുപ്പും ഇതൊക്കെ കാണത്തുള്ളൂ. ഒരുപാട് ചെകുത്താന്മാരുണ്ട്. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത്, എൻ്റെ സ്നേഹിതൻ ആരാ? ആട്ടെ, ശമര്യക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു പോയാൽ ഒയ്യോ, യഹൂദനെല്ലാം കൂടെ തല്ലിക്കൊല്ലും. എടാ, ജാതിയിൽ താണ് ശമര്യക്കാരനെ സ്നേഹിക്കണമെന്ന് ഏവൻ പറഞ്ഞിടാ, അത് മതി യേശുവിനെ തള്ളാൻ. അതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത്, എൻ്റെ സ്നേഹിതനാര്? യേശു പറഞ്ഞു, പതുക്കെ പറഞ്ഞുതരാം. യേശു ഒരു കൊച്ചു ചരിത്രം, ഒരു കഥ അങ്ങോട്ട് പറഞ്ഞു. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുകയായിരുന്നു. വഴിമധ്യേ അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ആ കഥയാണ് ഞാൻ തൊട്ടത്. നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. ഒരു മനുഷ്യൻ, ആരുടെ പേര് പറഞ്ഞിട്ടില്ല ആരാണെന്ന്, ആരോ ഒരു മനുഷ്യൻ. പക്ഷേ അർത്ഥമില്ലാത്തത് യേശുവിൻ്റെ വായിൽ നിന്ന് വരികയില്ല എന്നതിനാൽ ഒരുപക്ഷെ ഞാനായിരിക്കാം, അല്ല ഇതിനകത്തിരിക്കുന്ന നമ്മിൽ ആരെങ്കിലും ഒരാളായിരിക്കാം. ഒരു പക്ഷേ ആ മനുഷ്യൻ തന്നെയായിരിക്കാം. ചോദിച്ചവൻ നിശ്ചയമായും അതാ. കേട്ടോണ്ട് നിന്നവരിൽ പലര് കണ്ടേക്കാം. യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ, ഏതോ മനുഷ്യനാണെന്ന് പേരില്ല, ഏതോ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ. യെരുശലേം യഹൂദന്മാരുടെ പുണ്യസ്ഥലമാണ്. യെരുശലേം യഹൂദന്മാരുടെ ആരാധനാ സ്ഥലമാണ്. യെരുശലേം നിയമത്തിൽ, വ്യവസ്ഥയിൽ ആരാധന നടക്കുന്ന ഇടമാണ്. വേറൊരു ഭാഷയിൽ ആത്മീക അനുഗ്രഹങ്ങളുടെ സമാഹാരത്തിന് അവർ പറയുന്ന പര്യായമാണ് സിയോൻമലയും യെരുശലേമും. ഒരു മനുഷ്യൻ യെരുശലേമിലിരുന്നവനാ, ഒന്നന്തരം ആരാധനയുടെ മധ്യത്തിലിരുന്നവനാ. ദൈവതേജസ് വെട്ടിത്തിളങ്ങുന്ന പെന്തക്കോസ്താരാധനയിൽ നിന്ന് താണിറങ്ങി വരുന്ന നമ്മിൽ ചിലരുടെ കാര്യമല്ലേ ഈ പറയുന്നത് എന്നൊന്ന് ഓർത്തോണം.
ഒരു 2000-ഓളം വർഷങ്ങൾക്ക് മുൻപേ നിഴൽ വീഴുന്ന അപ്പോസ്തലന്മാരുടെ നിഴലിൻ്റെ മുമ്പിൽ സൗഖ്യമുണ്ടായിരുന്ന കാലത്ത് നിന്ന് ദൈവത്തിന് കൊടുക്കേണ്ടതിന് വേണ്ടി കൊണ്ടുവന്ന കൂട്ടത്തിൽ അല്പമെടുത്ത് ഒളിച്ചു വെച്ച അനന്യാസിൻ്റെ മേലും സഫീറയുടെ മേലും ന്യായവിധി ഇറങ്ങുന്നത് കണ്ട സഭ ഇന്ന് അധപ്പതിച്ച് കള്ളന്മാരുടെ ഗുഹയായി മാറിയെങ്കിൽ, അനന്യാസും സഫീറയും ആരുടെയും ഒന്നും മോഷ്ടിച്ചില്ല. ഉള്ളിത്തിങ് അവരൊരല്പം കൂടുതൽ നടിച്ചു എന്ന് മാത്രം. ഞങ്ങൾക്കുള്ളത് മുഴുവനും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെക്കുന്നു എന്ന് പൊതുവിൽ പറഞ്ഞുകൊണ്ട് അവരത്രയും പറഞ്ഞെങ്കിലും അത്രയും കൊടുക്കണ്ട, അല്പമെടുത്ത് നമ്മുടെ പേർക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഒരു ഒറ്റ കാരണത്താൽ, വെറും കപടഭക്തി കാണിച്ചതിനാൽ, പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇമ്മീഡിയറ്റ്ലി കൊണ്ട് കുഴിച്ചിടത്തക്കവണ്ണം ദൈവശക്തി വെളിപ്പെട്ട സഭ. അന്യാസും സഫീറെ ഒന്നും മോഷ്ടിച്ചില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുക, അവർക്കുണ്ടായിരുന്നത് പറഞ്ഞതുപോലെ ചെയ്യാതെ വാക്കിലൊരു വ്യത്യാസം കാണിച്ച് കപടഭക്തി കാണിച്ചതേ ഉള്ളൂ. അവരുടെ അനുയായികളായ നാം ഇന്ന് നോക്കിയാൽ കൊള്ളയടിക്കുന്ന എത്രയോ എണ്ണം. അധപ്പതിച്ച് ഇവിടം വരെ എത്തിയ ചരിത്രം യേശു ഒന്ന് തൊടുകയാ. സൽഗുണങ്ങളുടെ ആകത്തുക എന്നറിയപ്പെട്ടിരുന്ന ദൈവസഭ ഇന്ന് ദുർഗുണങ്ങളിലേക്ക് വഴുതി മാറുന്നത് കണ്ടുകൊണ്ട് യേശു പറയുകയാണ്, ഒരു മനുഷ്യൻ, ആരോ ഒരാൾ, ഞാനാകാം, നമ്മിൽ ആരെങ്കിലും ഒരാളാകാം, യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ, ആ അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് എരിഹോ പട്ടണത്തിലേക്ക് പോകുമ്പോൾ, എന്താ എരിഹോ എന്ന വാക്കിൻ്റെ അർത്ഥം? അതൊരു ബിസിനസ് സെൻ്ററാണ്, സത്യമാണ്, പക്ഷേ ശപിക്കപ്പെട്ടതാ. പല കാരണത്താൽ അതിൻ്റെ ശാപത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ശപിക്കപ്പെട്ട പട്ടണം, അങ്ങനെ അങ്ങ് പോകാനുള്ള സമയമേ കിട്ടത്തുള്ളൂ. ആ ശപിക്കപ്പെട്ട പട്ടണത്തിലേക്ക് പോകുമ്പോൾ വഴിമധ്യേ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. പല ദോഷത്തിന് ഇറങ്ങിത്തിരിക്കുന്നവരും ഓർത്തോണം, വഴിമധ്യേ കള്ളനുണ്ട്. കള്ളൻ എന്ന പദപ്രയോഗം യേശു അവിടെ പറയുമ്പോൾ അതിൻ്റെ അനേക അർത്ഥങ്ങൾ തിരുവചനത്തിലുള്ളത് നാം എടുക്കുന്നത് കൊള്ളാം. കള്ളൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, കള്ളപ്രവാചകന്മാരെ കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. വ്യാജ പ്രസ്താവനകൾ ഇറക്കുന്ന ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. കപട ഭക്തന്മാരെ കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. ദുർമാതൃകകളെ കുറിച്ച് ദൈവവചനം ചിത്രീകരിക്കുന്നുണ്ട്. ഇങ്ങനെ എവിടെയെങ്കിലും തെറ്റിയ ഒരു കള്ളൻ കള്ളന്മാരുടെ കയ്യിൽ അങ്ങ് അകപ്പെട്ടു. ഈ കള്ളന്മാർ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് മറക്കരുത്. യെരമ്യാവിൻ്റെ പ്രവചനം 31-ാമത്തെ അധ്യായം നേരത്തെ നമ്മൾ ചിന്തിച്ചതാണ്. കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ഞാനൊന്ന് എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെന്നോ ഞാൻ ഇവിടെ എടുത്തിരുന്നു. പുരോഹിതന്മാർ അവർക്കിഷ്ടപ്പെട്ട പ്രവാചകന്മാരെ കൊണ്ടുവരുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രമാണ്, നമ്മുടേതും കുറവല്ല. പുരോഹിതന്മാർ അവർക്കിഷ്ടപ്പെട്ട പ്രവാചകന്മാരെ കൊണ്ടുവരുന്നു. കള്ളപ്രവചനം തന്നെ പ്രവാചകന്മാർ പ്രവചിക്കുന്നു. പുരോഹിതന്മാർ ഇതിന് കൂട്ടുനിൽക്കുന്നു. ഇരുവരും കൂടെ ഒരുമിച്ച് സാധാരണക്കാരനെ ഞെക്കി പിഴിയുന്നു. അവൻ്റെ നന്മ മൊത്തം എടുത്ത ശേഷം ചണ്ടി പോലെ അവനെ തള്ളുന്നു. എൻ്റെ ജനത്തിനോ ഇത് ഇഷ്ടവുമാണ്. കാര്യം പറഞ്ഞത് കള്ളമാണെങ്കിലും ആളൊന്ന് ഇളകി കിട്ടിയാൽ മതി. ഇന്നത്തെ ഭാഷാശൈലിയിൽ തമാശ പറഞ്ഞ് കേൾപ്പിച്ചിട്ടാണെങ്കിലും പൊളി പറഞ്ഞ് കേൾപ്പിച്ചിട്ടാണെങ്കിലും 4 പേർ കൈയടിച്ച് കിട്ടിയാൽ മതി. ആളുകൾ ഒരു ഹൈ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി, ഒരു ജയ് പറഞ്ഞാൽ അത് മതി. കൈ അടിച്ചില്ലേ പറഞ്ഞടിപ്പിച്ചുകളെ, സ്തോത്രം പറയാൻ പറ്റിയില്ലേ പറഞ്ഞു പറയിപ്പിച്ചുകളെ, എങ്ങനെയെങ്കിലും ജനത്തെ ഒന്ന് ഇളക്കി കിട്ടിയാൽ മതി. ഇളകിയാൽ മതിയായി. എൻ്റെ ജനത്തിനോ ഇത് ഇഷ്ടമാകുന്നു. അന്നൊരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചായിരുന്നു തിരുവചന പ്രകാരം 31-ന്റെ ഒടുവിലത്തെ വാക്യത്തിൽ നിന്ന്. പക്ഷെ ഒടുവിൽ നിങ്ങൾ എന്ത് ചെയ്യും? തേണ്ടേ, യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്നവൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. ഒരു കൂട്ട് കള്ളന്മാർ ഒരുമിച്ച്, ദുരുപദേഷ്ടാക്കന്മാർ, വേണ്ടാധീനം പറയുന്നവർ, വേണ്ടാത്തത് ചെയ്യുന്നവർ, ഞാൻ അങ്ങോട്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. കള്ളന്മാരെ കണ്ടതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, അകപ്പെട്ടെങ്കിൽ പെശകായിത്തീരും. ഞാൻ പോകുമ്പോഴും തമാശ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ സമയം കൊല്ലുന്നു എന്ന് കാണുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കേട്ടോണ്ടങ്ങ് ഇരിക്കുന്നവരുണ്ടല്ലോ. കള്ളന്മാരുടെ കയ്യിൽ അങ്ങ് അകപ്പെട്ടു പോയാൽ, ഇവിടെ ഒരാൾ വരികയാണെങ്കിൽ അവനെ ഈ ചർച്ചിനകത്ത് ദൈവകൃപയിൽ അകപ്പെടുത്തണമെന്ന് എനിക്ക് ആശയമുണ്ട്. അതിനല്ലേ നമ്മളിവിടെ ദൈവത്തെ സേവിക്കാനായിട്ട് ഇരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി വന്നാൽ അവൻ ജീവിതത്തിൽ നഷ്ടമാകാതെ ദൈവകൃപയിൽ നിലനിർത്തണമെന്ന് താല്പര്യമുണ്ട്. അതിനല്ലേ യേശു ഇറങ്ങി വന്നത്. നഷ്ടപ്പെട്ടു പോയ മാനവവർഗത്തെ എന്നേക്കുമായി ദൈവത്തോട് പറ്റിച്ചു നിർത്തേണ്ടതിന്, എന്നേക്കുമായി ദൈവത്തോട് അടുപ്പിച്ച് നിർത്തേണ്ടതിന് അതിനല്ലേ യേശു ഇറങ്ങി വന്നത്. അതിന് പ്രസംഗിക്കേണ്ടടുത്ത് പ്രസംഗിച്ചു, പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിച്ചു, അത്ഭുതങ്ങൾ കാണിക്കേണ്ടടുത്ത് കാണിച്ചു, മരിച്ചവരെ ഉയർപ്പിക്കേണ്ടടുത്ത് ഉയർപ്പിച്ചു, വെള്ളത്തിൻ്റെ മേൽ നടക്കേണ്ടടുത്ത് നടന്നു, ചെയ്യേണ്ടതൊക്കെ യേശു ചെയ്തു.
ത്യാഗം സഹിച്ച് വിലമുടക്കി കാൽവറിയിൽ മരിക്കേണ്ട ഇടത്ത് മരിച്ചു, തുപ്പലേക്കേണ്ട ഇടത്ത് തുപ്പലേറ്റു. എല്ലാ രീതിയിലും ഒരുവനെ ക്രിസ്തുവിൽ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി, തൻ്റെ പിതാവിനോട് ഒട്ടിച്ചു ചേർക്കേണ്ടതിന് വേണ്ടി, ഒരു പുതിയ ഒരു കാട്ടൊലിവായിരുന്ന നമ്മെ നല്ല ഒലിവ് മരത്തോട് ബഡ് ചെയ്ത് ചേർക്കുന്നത് പോലെ ഇളകിപ്പോകാതെ പിരിഞ്ഞു പോകാതെ ദൈവത്തോട് ചേർത്ത് നിർത്തേണ്ടതിന് യേശു ഇറങ്ങി വന്നെങ്കിൽ ബഥേലിനും ഒരു താല്പര്യമുണ്ട്. കെട്ടുന്ന ഓരോ വ്യക്തിയെയും ദൈവാനുരൂപരാക്കി മാറ്റേണ്ടതിന് കഴിവുള്ളിടത്തോളം കൂട്ടായ്മയിൽ ഒരുമിച്ച് കൊണ്ടുപോവുക. കള്ളനിത് തന്നെയാ. കിട്ടുമെങ്കിൽ ഒരുത്തനെ കൂടെ കയ്യിൽ കിട്ടിയാൽ നിത്യനരകത്തിന് യോഗ്യനാക്കേണ്ടതിന് എന്തു വേണമെങ്കിലും കാണിക്കുവാൻ അവനും തയ്യാറാ. ഈ പോയ കൊച്ചൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടുപോയി. അവരവനെ വസ്ത്രമഴിച്ചു. വിശദീകരിക്കാതെ അങ്ങ് തൊട്ടുപോകാം. ദൈവിക നീതിപ്രവൃത്തിയെക്കുറിച്ചാണ് വസ്ത്രമെന്ന് പറയുന്നത്. 2, മുറിവേൽപ്പിച്ചു. അവിടെ ഞാനൊരു ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട്, ചോദിച്ചോളാം. 3, അവനെ അർത്ഥപ്രാണനാക്കി. ഞാൻ അങ്ങ് തൊട്ടോട്ടെ. ഞാൻ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നെ ഒത്തിരി പ്രാവശ്യം ശ്രദ്ധിച്ചവർ കാണാം, കേൾക്കാത്തവർക്ക് വേണ്ടി മാത്രം ഇത് ഞാൻ ഒന്ന് ആവർത്തിക്കുക. എന്നെ ഒരുത്തൻ കുത്തിക്കൊല്ലാൻ വരിക എന്നങ്ങ് ഇരിക്കട്ടെ. അവൻ എൻ്റെ അടുക്ക വന്ന് പറയുമ്പോൾ, വർഗീസ് നിൻ്റെ ഷർട്ടൊന്ന് ഉരിക്കേടാ കുത്തട്ടെ. അയ്യേ എടാ, എന്നെ മുറിക്കാൻ നിൻ്റെ കത്തിക്ക് മൂർച്ചയുണ്ടെങ്കിൽ പിന്നെ വസ്ത്രം അഴിക്കണോടൂ. എന്നെ വെടിവെക്കാൻ ഒരുത്തൻ തോക്കുമായി വന്നിരിക്കുക, എന്നോട് പറഞ്ഞു ബെന്യനൊന്ന് ഉരിക്കടാ വെടിവെക്കട്ടെന്ന്. അതെന്നെ ഇടപാടാ. മുറിവേൽപ്പിക്കേണ്ടവന് വസ്ത്രവുമായിട്ട് എന്ത് ബന്ധം? ഈ കള്ളന്മാർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ സാധാരണ ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരർത്ഥം ഇതിനുണ്ട്. ഇതിൻ്റെ അർത്ഥത്തിൻ്റെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളിങ്ങോട്ട് എടുത്ത് പഠിച്ചു വരുമ്പോൾ ഒന്നും ഈ കള്ളന്മാർ മോഷ്ടിച്ചിട്ടില്ലെന്ന് കാണാം. വാച്ച് അഴിച്ചിട്ടില്ല, മോതിരം ഊരിയിട്ടില്ല, പേഴ്സ് എന്ത് എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ്റെ ഒന്നും എടുത്തിട്ടില്ല. ഒന്നും മോഷ്ടിക്കാത്തൊരു കള്ളൻ. അതെന്നാ ടൈപ്പ് കള്ളനാ? ഇനി ഇവന് ചികിത്സ യേശു കൊടുക്കുന്നതോ ഗൗരവമുള്ള ചികിത്സയൊന്നും അല്ലെന്നേ. എണ്ണയും വീഞ്ഞും പകർന്നെന്ന്. ഒരു ഇഞ്ചക്ഷൻ ഇല്ല, ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടില്ല. പോട്ടപ്പ സെപ്റ്റിക് ആകാതിരിക്കാൻ എന്തെങ്കിലും എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവ് കെട്ടിയെന്ന്. നിസാര ഇനം ചികിത്സ. ഒരെണ്ണത്തിൽ പറഞ്ഞ ഫലിക്കാത്തതുപോലെയുള്ള ഒരു താണയനം ചികിത്സ. മോഷ്ടിക്കാത്ത കള്ളൻ. ഇതൊക്കെ തമാശ പിടിച്ച ഒരു ഉപമയാണ് യേശു ഈ പറഞ്ഞിരിക്കുന്നത്. അവരവനെ വസ്ത്രം അഴിച്ചേച്ച് മുറിവേൽപ്പിച്ചു. വസ്ത്രം നീതിപ്രവൃത്തിയാണ്. ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തി വീഴണമെങ്കിൽ അവൻ്റെ നീതിപ്രവൃത്തികൾ കുറഞ്ഞു വരും. പെട്ടെന്ന് അരിശം വരും, കണ്ണുരുട്ടി കാണിക്കും, അത്യാവശ്യം വന്ന ചീത്തയും പറയും, അവിടെ നിൽക്കാതെ വന്ന തല്ലാനും കൊല്ലാനും തയ്യാറാകും, വേണ്ടാത്തതൊക്കെ പുലമ്പി നടക്കും. നന്മയങ്ങ് മാറിയേച്ച് തിന്മ ഇങ്ങോട്ട് വെളിപ്പെടും. പലതിൻ്റെയും മുഖം മൂടികൾ തെറിച്ചങ്ങ് മാറും. ഇത് തെറിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതാണ് കള്ളൻ. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവരവനെ വസ്ത്രം അഴിച്ചു, മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനാക്കി വിട്ടേച്ചു പോയി. ഞാൻ സാധാരണ എടുക്കാത്ത ഒരു ഭാഗത്തൂടെ പോകാൻ ഇന്ന് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടതുകൊണ്ട് മുറിവുകളെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് ഒന്ന് തൊടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. പ്രൊവേർബ്സ് വായിക്കണ്ട. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 32, 33 വാക്യങ്ങളിൽ വ്യഭിചാരത്തെ, ദുർനടപ്പിനെ ഒരു ഗൗരവമേറിയ മുറിവായി ബൈബിൾ ചിത്രീകരിക്കുന്നു. ഇന്നതൊക്കെ സാധാരണക്കാരൻ്റെ ഇടയിൽ സാരമില്ലെന്ന് പറയുന്ന ഒരു പതിവായി മാറി. മാന്യതയുടെ പരിവേഷമായി ആളുകൾ അതിനെ കണ്ടു. മനോവിശാലതയുടെയും ഹൃദയവിശാലതയുടെയും ലക്ഷണങ്ങളാക്കി വരെ അതിനെ ആളുകൾ ചിത്രീകരിച്ചു. ഞാൻ എന്നെ അങ്ങനെ ബൈബിൾ പ്രമാണം അനുസരിച്ച് ജീവിച്ച് നടക്കേണ്ടതിന് ഞാൻ എന്നെ ഉറുമ്പോ വല്ലോ ആണോ? എനിക്കെന്താ ചൊവ്വ ജീവിച്ചുകൂടെ? എൻ്റെ ഹൃദയവിചാരങ്ങൾ കൊത്തവണ്ണം നടന്നുകൂടെ എന്ന് ചോദിക്കുന്ന സാധാരണക്കാരനും ആരും അറിയാതെ കണ്ട് ഞാനിത് ചെയ്തു, ഞാൻ മിടുക്കനായിരിക്കുന്നുവെന്ന് പറയുന്ന നേതാക്കന്മാരും എല്ലാം ഉണ്ട്. ബൈബിൾ പറയുന്ന ഒരു പദം ഞാനൊന്ന് ഓർപ്പിക്കാം. ഒരുവൻ മോഷ്ടിച്ചാൽ എടോ ചെലവ് കഴിയാൻ മാർഗമില്ലഞ്ഞതുകൊണ്ടാണ് ഞാൻ മോഷ്ടിച്ച് പോയതെന്ന് പറഞ്ഞാൽ അവന് ക്ഷമ കിട്ടും. ഇല്ല, നിയമത്തിൻ്റെ മുമ്പിൽ പിടിപെട്ടാൽ 4 ഇരട്ടി പകരം കൊടുത്താൽ രക്ഷപ്പെടാം. ഇത് രണ്ടുമല്ലെങ്കിൽ 100 തല്ലു വാങ്ങിച്ചെങ്കിലും രക്ഷപ്പെടാം. അവിടം കൊണ്ട് രക്ഷപ്പെടാവുന്ന പാപമേ ഉള്ളൂ മോഷണം. ഇവിടെ ആരും മോഷ്ടിക്കാനല്ലേ ഞാൻ പറഞ്ഞ തല്ലെന്ന് പറയുന്നത്. കട്ടിയാ കേട്ടോ, നമുക്കാർക്കും കിട്ടല്ലേ. പിടിപെട്ടാൽ പെശകാണ്, പിടിക്കുകയും ചെയ്യും. എല്ലാത്തിനെയും അല്ലായിരിക്കും. ഒടുവിൽ ദൈവം പിടിക്കുന്നത് വരെ പിടിപെടാത്ത പലരും കാണും. പക്ഷെ ഇടയ്ക്കൊക്കെ പിടി കിട്ടും. വൃത്തികേടാ, ചെയ്യല്ലേ.
അങ്ങനെ ഓരോ പാപങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ ശേഷം ഒടുവിൽ പറയുകയാണ്, വ്യഭിചാരത്തിനോ ദുർനടപ്പിനോ വേണ്ടാത്ത സ്നേഹബന്ധങ്ങൾക്കോ നിത്യ നാണക്കേട് വരുത്തുന്നതാണ് ഇതിന് പരിഹാരമില്ല. 5ാം തലമുറ 10ാം തലമുറ കഴിഞ്ഞാലും എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെ നടന്നതുകൊണ്ട് ഞാൻ തണ്ടി ശാപത്തിൻ്റെ കീഴിലാണ് എന്ന് പറയുന്നവരുടെ എണ്ണം കുറവല്ലെന്ന് മറക്കരുത്. അതിൻ പ്രകാരം വ്യഭിചാരം ഒരു തീരാത്ത മാനക്കേടാണ്, ഒരു മഹാപാപം, മഹാമുറിവ. 2, മദ്യപാനം. പ്രൊഫസനി അതും പറയുന്നുണ്ട്. 23-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ മദ്യപാനം ആർക്കാ മുറിവ്, ആർക്കാ പ്രശ്നം? മദ്യപാനികൾക്കാ. മദ്യപാനം എന്ന് പറയുമ്പോൾ ചിലർ വരെ എപ്പോഴും ഇങ്ങനെ വേണ്ടാത്ത മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ കാര്യമാണ്. ഞാനാണെങ്കിൽ വല്ലപ്പോഴേ ഉള്ളെന്നൊക്കെ പറയാറുണ്ട്. വല്ലപ്പോഴും എന്നല്ല, 24 മണിക്കൂറിൽ ഒരു 4 മണിക്കൂർ, ബാക്കി 20 മണിക്കൂർ കുടിച്ചിട്ടില്ല, അതിൻ്റെ ഇങ്ങനെ ആടി നടക്കുകയാണെന്ന് പറയുന്നവരുണ്ട്. ബൈബിൾ പറയുന്നത് കേൾക്കണോ? മദ്യം പാത്രത്തിൽ ചുവന്ന് തിളങ്ങുന്നത് നോക്കാൻ വേണ്ടി പോന്നവനെയാണ് മദ്യപാനി എന്ന് വിളിക്കുന്നത്. അത്യാവശ്യമുള്ള ഒരു വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കിക്കോണം. 23-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാം വാക്യം, പ്രൊവേർബ്സ്. ഇവിടെ വായിക്കുന്നില്ല, 23-ന്റെ 29, ആ ഏരിയ മൊത്തം ഒന്ന് വായിച്ചോണം. ഇത് നാണം കെട്ട പരിപാടിയാണ്, അത് മുറിവ് വരുത്തുന്നവരാ. നമുക്ക് ലഹരി ഉണ്ടാകേണ്ടതിന് ആത്മാവിൻ്റെ വ്യവസ്ഥകൾ ദൈവം തന്നിട്ടുണ്ട്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. കാര്യം ഇതിൽ നിന്ന് അതിലേക്ക് വഴുതി വീഴും, ദുർനടപ്പിലേക്ക് വഴുതി വീഴും. എന്നാൽ ആത്മാവ് കുടിച്ച് മത്തരാക്, നിങ്ങൾ മത്തുള്ളവരായിരിക്കും, ദുർനടപ്പിലേക്ക് പോകയില്ല, നീതിയിൽ നടക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽ നീതിയിൽ നടത്തുന്നത് ആത്മാവിൻ്റെ മത്താണ് എനിക്ക് വേണ്ടത്, എനിക്ക് ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും മത്തല്ല വേണ്ടത് എന്ന് വിളിച്ചു പറയുവാൻ കഴിയുന്നവർക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. അങ്ങനൊന്ന് നടക്കുവാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്തത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാ. പലരുടെയും ജീവിതത്തിൽ പഴയ ആഴമായ മുറിവുകൾ. അവരവനെ വസ്ത്രം അഴിച്ചു. 2, മുറിവേൽപ്പിച്ചു. പണ്ടൊരിക്കൽ ആത്മാവിൽ ആരാധിച്ച് നടന്നവൻ, അവൻ്റെ ആരാധനയുടെ അളവ് കുറഞ്ഞു തുടങ്ങിയപ്പോൾ പിശാചിനറിയാൻ ഞാൻ ഇവൻ്റെ വസ്ത്രം അഴിക്കുകയാണ്, നാളെ ഇവനെ ഞാൻ മദ്യപാനിയാക്കി മാറ്റും. പണ്ടൊരിക്കൽ ദൈവകൃപയിൽ മാത്രം ഉല്ലസിച്ചിരുന്നവൻ ഇന്ന് കൃപയിൽ ഉല്ലസിക്കാൻ കഴിയാതാകുമ്പോൾ പിശാചി പറയും, ഞാൻ അവൻ്റെ വസ്ത്രം അഴിച്ചു തുടങ്ങി, നാളെ ഞാൻ അവനെ അശ്ലീല സാഹിത്യത്തിൽ ചാടിക്കും. ഇന്ന് വരെ ദൈവകൃപയിൽ നിന്നവൻ, തിരുവചനം ധ്യാനിച്ചു വളർന്നവൻ പതുക്കെ പതുക്കെ പുറകോട്ട് കുറഞ്ഞു തുടങ്ങുമ്പോൾ മാതാപിതാക്കളെ അറിഞ്ഞോണം, സഹോദരവർഗമേ അറിഞ്ഞോണം, ഇവൻ്റെ വിശുദ്ധ വസ്ത്രം അഴിഞ്ഞു തുടങ്ങി, നാളെ ഇവൻ വേണ്ടാത്തത് വായിക്കുവാൻ, അരുതാത്തതിൻ്റെ പുറകെ പോകുവാൻ ഇടയായിത്തീരും. മീറ്റിങ്ങിന് താമസിച്ച് വരികയും നേരത്തെ പോവുകയോ ഒക്കെ തെറ്റില്ലാത്ത കാര്യമാണ്. പക്ഷെ എവിടെയായിരുന്നു ഇതുവരെ എന്ന് ചോദിച്ചാൽ, എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും പ്രോപ്പറായി ഒരു മറുപടിയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ബഥേലിലെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു അമ്മ ഒരിക്കൽ മോളെ തപ്പി ഇവിടെ വന്നത്. നേരത്തെ പോരുന്നതായിരുന്നല്ലോ, തീർന്നിട്ട് ഇവിടെ എത്തിയിട്ടില്ലല്ലോ, എൻ്റെ കുഞ്ഞിന് വല്ല അപകടവുമാണോ? അയ്യോ, ബസ് അപകടമല്ല, വേറൊരു അപകടത്തിൽപ്പെട്ട് പോയതാ. വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കൺവെൻഷന് വേണ്ടി പോയതാണല്ലോ, പിന്നെങ്ങനെ മദ്യഷാപ്പിൽ നിന്ന് തിരിച്ചു വരുന്നത്? ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. വിശുദ്ധ വസ്ത്രം അഴിച്ചാൽ മുറിവേൽപ്പിച്ചിരിക്കും. അതിനുവേണ്ടിയാണ് വിശുദ്ധ വസ്ത്രം അഴിക്കുന്നത്. അവരവനെ മുറിവേൽപ്പിച്ചു. അടുത്തത് അർത്ഥപ്രാണനാക്കി. ചത്തതാന്നോന്ന് ചോദിച്ചാൽ അല്ല, ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല, അർത്ഥപ്രാണാവസ്ഥയിൽ. ഞാനൊന്ന് തിരിച്ചു വന്നോട്ടെ. വസ്ത്രം നഷ്ടപ്പെട്ട് അർത്ഥപ്രാണാവസ്ഥയിലായ പുള്ളി ആരാന്ന് ബൈബിളിൽ ഓർമ്മയുണ്ടോ? അതാണ് ആദാം. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇത് ആദാമ്യവർഗത്തെ കുറിച്ച് പറയുന്നതാ. തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിച്ച് ഏദന്റെ തോട്ടത്തിൽ കൊണ്ടാക്കിയിട്ട് കുറച്ചു നാൾ കഴിഞ്ഞ് യഹോവയാ ദൈവം ഇറങ്ങി വരുമ്പോൾ നഗ്നനെന്നറിഞ്ഞതിനാൽ അത്തിയില കൂട്ടിത്തുന്നി അരയാടയുണ്ടാക്കി. ദൈവത്തിന്റെ തേജസ് നഷ്ടമായതിനാൽ കർമ്മ ആചാരങ്ങളാൽ അതിന് കവറപ്പ് ചെയ്യാമെന്ന് കരുതി കാട്ടിക്കൂട്ടുന്ന വേലയുമായി നിൽക്കുന്ന ഒരാദാമിനെ കാണാം. ദൈവകൃപ വിട്ടുപോയ, അർത്ഥം ജീവനും നഷ്ടമായ. ദൈവം അവനോട് പറഞ്ഞിരുന്നു, നീ നീ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. 2 ജീവനായിരുന്നു ആദാമിനുണ്ടായിരുന്നത്. 1 ആത്മാവിന്റെ ജീവൻ, 2 ശരീരത്തിന്റെ ജീവൻ. ശരീരത്തിന്റെ ജീവൻ ഉണ്ടായിരിക്കെ ആത്മാവിന്റെ ജീവൻ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടെങ്കിൽ അതാണ് അർത്ഥപ്രാണാവസ്ഥ.
ആദാമ്യ സന്തതിയായി എന്നെയും നിങ്ങളെയും മൊത്തത്തിൽ ഇത് ചിത്രീകരിക്കുന്നുണ്ട്. അതിലുപരി വ്യക്തിപരമായി നമ്മിൽ ചിലരെ കൂടെ ആയിരിക്കത്തില്ലേ? ആരോ ഒരു മനുഷ്യൻ, പേരില്ലല്ലോ, ഞാനായിരിക്കാം. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഞാൻ വിവാഹം കഴിച്ചത് ഏറ്റവും സന്തോഷമായി ജീവിക്കാനുള്ള കൊതിയോടുകൂടെ, അങ്ങനെ നടക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ. എല്ലാവരും വിവാഹം കഴിക്കുന്നത് അങ്ങനെ. ചുരുക്കം ചിലരെ കണ്ടിട്ടുണ്ട്, അപ്പനെ പ്രസാദിപ്പിക്കാൻ, അമ്മയെ പ്രസാദിപ്പിക്കാൻ. എൻ്റെ പൊന്നേ, നീ മറ്റൊരാളിനെ കൂടെ ചതിച്ചതാ. ഒരു കാലത്തും അങ്ങനെ ആരും കാണിക്കരുത്. എനിക്ക് ജീവിക്കണം, ആ ചിന്തയോടെ പോകുന്നവർക്കായി സ്തോത്രം. ഞാൻ അങ്ങനെ ആയിരുന്നു. മിക്കവരും വിവാഹം കഴിക്കുന്നത് അങ്ങനെയാ, സന്തോഷത്തോടെ ജീവിക്കാനോ. പക്ഷേ ചില ദിവസങ്ങൾക്കകം ആകെ തകർന്ന് നിലവിളിച്ചുകൊണ്ട് കുത്തിയിരിക്കുന്നത് കാണാം. എന്തോ പറ്റി? തകർന്ന് ജീവിക്കാനാണോ വിവാഹത്തിനിറങ്ങിയത്? അല്ല, വഴിയിൽ കള്ളൻ്റെ പെട്ടതുകൊണ്ടാ. കുഞ്ഞുങ്ങളെ കൊണ്ട് കോളേജിൽ ചേർത്തത് പഠിച്ചു മിടുക്കരായി ഉയർന്നു വരേണ്ടതിനാണ്. പിന്നെ എന്തേ വേണ്ടാത്തത് വായിച്ച് തെരുവിൽ കറങ്ങി നടക്കുന്നത്? വഴിയിൽ കള്ളൻ്റെ കയ്യിൽ അകപ്പെട്ടത് കൊണ്ടാ. ഉള്ളതെല്ലാം മുടക്കി ബിസിനസ് ചെയ്യാൻ പോയത് വളർന്നു വരേണ്ടതിന് വേണ്ടിയാ. പിന്നെ എന്തേ ബിസിനസ് പൊട്ടിയെന്ന് പറഞ്ഞ് നടക്കുന്നത്? വഴിയിൽ കള്ളൻ്റെ കയ്യിൽ അകപ്പെട്ടത് കൊണ്ടാ. നമ്മിൽ ആരുടെയോ കാര്യമാകാം ഇന്ന് രാത്രി, ഇന്ന് പകൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവരുണ്ടെങ്കിൽ മടങ്ങി വരവിനൊരു ചാൻസ് ഉണ്ടെന്ന് ഈ മെസ്സേജിന്റെ ഈ ഭാഗമായപ്പോൾ തന്നെ ഞാൻ ഓർപ്പിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് ചില നന്മകൾ ചെയ്യാനുണ്ട്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അവരവനെ വസ്ത്രമഴിച്ചു, മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനാക്കി. ഇവനാകെ തകർന്ന സാഹചര്യങ്ങളിലായി. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. യെരമ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. യെരമ്യാവ് 30:7. തകർന്ന മുറിവേറ്റ്, തകർക്കപ്പെട്ട മുറിവുകൾ. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. യാക്കോബിന്റെ കഷ്ടകാലം. ഇതിന് വേറെ ഒത്തിരി അർത്ഥമുണ്ട്. മഹാ ഉപദ്രവകാലം, ഏത് നിമിഷവും സ്റ്റാർട്ട് ചെയ്യാവുന്ന മഹാ ഉപദ്രവകാലത്തെ ഇത് നിശ്ചയമായും ചിത്രീകരിക്കുന്നതാണ്. പക്ഷേ ഒരാത്മീയ അർത്ഥത്തിൽ ഇന്ന് ഞാൻ എടുക്കാൻ പോകുകയാണ്. ഇത് യാക്കോബിന്റെ കഷ്ടകാലമാണ്. ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ ഇറങ്ങിപ്പോകും. അവൻ മുറിവേറ്റു തകർന്നു. എൻ്റെ കഷ്ടകാലം. ചിലർ പറയാറുണ്ട് തൊടുന്നിടത്ത് മുഴുവനും പരാജയമാ. ഞാൻ എന്തിനാ ഇത് വിശദീകരിക്കുന്നതെന്നറിയാമോ? ഇന്ന് 9:30 മുമ്പേ പ്രാർത്ഥിച്ചവസാനിക്കുന്നതിന് മുന്നമേ ഇതിനൊരു വിടുതൽ വേണം എന്ന പ്രതീക്ഷയോടെ ഇരുന്നോ, അതിനൊരു വ്യത്യാസമുണ്ടാകും. എൻ്റെ കഷ്ടകാലമെന്നേ പറയാനുള്ളൂ. എവിടെ തൊട്ടാലും നഷ്ടമാണ്. ആരോട് നന്മ കാണിച്ചാലും തിരിച്ച് തിന്മയാ ചെയ്യുന്നത്. അതെൻ്റെ മേലൊരു ശാപം കൂടെയാണ് കേട്ടോ. ആരോട് നന്മ കാണിച്ചാലും ഇങ്ങോട്ട് തിരിച്ച് തിന്മയാണെങ്കിൽ അത് എൻ്റെ മേലുള്ള ഒരു ശാപം കൂടെയാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. ആർക്കെങ്കിലും ഗുണം ചെയ്താൽ അവൻ തിരിച്ച് ദോഷമാണ് ചെയ്യുന്നത്. നന്മയ്ക്ക് വേണ്ടി പറഞ്ഞത് തിന്മയ്ക്കായിട്ടാണ് ഭവിക്കുന്നത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുകയാണ്. എന്തേ സഹോദര ഇങ്ങനെ? എൻ്റെ കഷ്ടകാലം. ഒരാൾ എന്നെ സഹായിക്കുമെന്ന് കണ്ട് ആളിൻ്റെ പുറകെ പോയതാണ്. അവൻ എന്നെ നശിപ്പിച്ച് കയ്യിൽ തന്നു. ഒരാൾ എന്നെ സാമ്പത്തികമായി സഹായിക്കുമെന്നും പറഞ്ഞ് അവൻ്റെ കൂടെ പോയി കൂടിയതാണ്. ഉണ്ടായിരുന്നതും കൂടെ കളിപ്പിച്ചു. എന്തു പറ്റി? എൻ്റെ കഷ്ടകാലം. ഇന്ന് പകൽക്കാലം തകർക്കപ്പെട്ട ചിലത്, മുറിവറ്റതിനെ കുറിച്ച് യേശു പറയുകയാണ്. അർത്ഥപ്രാണനായി എഴുന്നേക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യത്തിൽ അർത്ഥപ്രാണനായി. അതിന്റെ 12-ാമത്തെ വാക്യം, യെരമ്യാവ് 30:12. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പരുക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. 12-ഉം 13-ഉം കൂടെ നമ്മൾ വായിക്കുമ്പോൾ നിന്റെ പരുക്ക് മാറാത്തത്. ഇന്ന് പകൽ പരിക്കേറ്റ പ്രിയപ്പെട്ടവരെ, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടതിനാൽ മുറിവേറ്റവരെ, കേവലം ഒരു മുറിവ് കൊണ്ടത് തീർന്നില്ല, പരിക്കുകളേറ്റവരെ. പരിക്കെന്ന വാക്കിന്റെ അർത്ഥം മുറിവാകാം, ചതവാകാം, ഒടിവാകാം, ക്ഷയമാകാം. നിന്റെ പരിക്ക് മാറാത്തതാണ്. ഇന്ന് പകൽ മാറാത്ത പരിക്കുള്ളവരെ പരിശുദ്ധാത്മാവ് അഡ്രസ് ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ മുറിവ് മാറാത്തതും പരിക്ക് വലുതുമാണ്. പിന്നെ നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. നിനക്ക് വേണ്ടി ഒന്ന് സഹായം നിൽക്കുവാൻ, അനുകൂലമായ ഒരു വാക്ക് പറയുവാൻ, എന്റെ വ്യവഹാരം ഒന്ന് നടത്തി തരുവാൻ, എനിക്കൊരു ന്യായമുണ്ടതെന്ന് പാലിച്ചു തരുവാൻ ആരുമില്ലെന്ന് പറയുന്ന ഇന്ന് പകൽ തകർന്ന പരിക്കുള്ളവരെ, യേശുവിന്റെ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുന്നതിനാൽ ഇതിനെ വിടുവിക്കേണ്ടതിനാണ് ശമര്യക്കാരന്റെ വരവ്. തകർന്നു കിടക്കുകയാണ് അർത്ഥപ്രാണനായി. ഞാൻ ആകെ തകർന്ന പരുവത്തിൽ. 13 വരെ വായിച്ചു നിർത്തിക്കട്ടെ. നിന്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പുമില്ല. നിന്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ സ്നേഹിതർ മറന്നു. നിന്നെ ചികിത്സിക്കാൻ മരുന്നില്ല. നിന്റെ മുറിവിന് പറ്റുന്ന യാതൊന്നുമില്ല. ദൈവമേ, ഇത് എൻ്റെ അനുഭവമാണോ? എൻ്റെ മുറിവിന് ചികിത്സിക്കാൻ ആരുമില്ല. എൻ്റെ സ്നേഹിതരെന്നെ മറന്നുപോയി. തന്റെ ഞാൻ ഏകനായി, ഒറ്റപ്പെട്ടു, വഴിറമ്പിലായി, ഞാൻ അർത്ഥപ്രാണനായി. ഇന്ന് പകൽ അവരോടാണ് ദൈവത്തിന് ഇടപെടാനുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു,
ആരോടാ യേശു ഇത് സംസാരിച്ചു തുടങ്ങിയത്? സ്വയം നീതീകരിക്കാൻ വന്ന ന്യായശാസ്ത്രിയോടാ. ഈ ദിവസങ്ങളിൽ സ്വയം നീതീകരിക്കേണ്ടതിന് ദൈവകൃപയെ വൃഥാവാക്കുന്നതായ ഒരുപാട് ന്യായശാസ്ത്രികൾ എന്ന പേരിൽ എഴുന്നേറ്റ് നടക്കുന്ന വ്യാജന്മാരോട് പരിശുദ്ധാത്മാവിന് ഇടപെടുവാനുള്ളത്, അവരോട് അടുക്കാതെ വണ്ണം അകന്നു മാറുവാൻ, ദൈവജനത്തിന് ആലോചന തരുവാനുള്ളത് വിളിച്ചു പറയുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്റെ മുറിവ് പൊറുക്കുകയില്ല, നിന്നെ ഇനി നന്നാക്കിയെടുക്കാൻ ഒക്കുകയില്ല, നിന്റെ നഷ്ടമായ പേര് മടങ്ങി വരികയില്ല, നിന്റെ മലിനത മാറുകയില്ല. ക്ഷമിക്കാത്ത പാപങ്ങളിൽ അകപ്പെട്ട, പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്ത, ദൈവജനത്തെ നിന്ദിച്ച, ക്ഷമിക്കാത്ത പാപം ചെയ്ത ഒരു ഗ്രൂപ്പിനോട് പറയുകയാണ്, നിന്റെ മുറിവിനിടാൻ ഇനി മരുന്നില്ല, നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ അസാധ്യമാണ്. പിന്നെ മരുന്നില്ല. നിന്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പം നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്കൊണ്ട് അവർ നിന്നെ നോക്കുന്നില്ല. എന്റെ ദൈവമേ, അവർ നിന്നെ നോക്കാത്തതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? നിന്റെ അകൃത്യത്തിന്റെ ബാഹുല്യം കൊണ്ട് ഞാൻ തന്നെ നിന്നെ അടിച്ചതാ. ഇന്ന് അടിച്ചവെങ്കിലേക്ക് തിരിച്ചു വരുന്ന വേറൊരു പ്രവണതയുണ്ട്. വാക്യങ്ങൾ എടുക്കാൻ ഒക്കത്തില്ല. വരുവീൻ, നമുക്ക് യഹോവയുടെ അടുക്കൽ നിന്ന് മടങ്ങി വരാം. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ തന്നെ മുറിവ് കെട്ടും. അവൻ നമ്മെ ശിക്ഷിച്ചിരിക്കുന്നു, അവൻ നമ്മെ കടിച്ചു കീറി, അവൻ തന്നെ വെച്ചു കെട്ടും. ഇന്ന് പകൽ മടങ്ങി വന്നാൽ പിന്നെയും ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. നീ ഒറ്റപ്പെട്ടു പോയില്ലേ? യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഇറങ്ങിയതല്ലേ? അതിന്റെ പരിണിതമാണിത്. ഇന്ന് എനിക്ക് സഹായിപ്പാനുണ്ട് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് കർത്താവ് പറയുക. യെരമ്യാവ് 14:17 നോക്കിയാട്ടെ. യെരമ്യാവ് തന്നെ 14:17. നീ ഈ വചനം അവരോട് പറയണം, എൻ്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുകട്ടെ. എൻ്റെ ജനത്തിന്റെ പുത്രിയായ കന്യക കഠിനമായി തകർന്നും, എൻ്റെ ജനത്തിന്റെ പുത്രിയായ കന്യക കഠിനമായി തകർന്നും, വ്യസനകരമായി മുറിവേറ്റും ഇരിക്കുന്നു. വ്യസനകരമായി മുറിവേറ്റും ഇരിക്കുന്നു. ഞാൻ അല്പം പ്രീ മച്വർ അനൗൺസ്മെന്റ് ആയിരിക്കും. ദൈവം അനുവദിച്ചാൽ നവംബർ മാസത്തിൽ ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. ലോക്കൽ ചർച്ചിന് വേണ്ടി മാത്രമുള്ളതാണ്. വെളിയിൽ നിന്ന് അധികം മിനിസ്റ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്നില്ല. നമ്മൾ തന്നെയായിരിക്കും അതിനകത്ത് അധികം ശുശ്രൂഷിക്കുന്നത്. പക്ഷെ മണിക്കൂറുകൾ മാറിയിരുന്ന് ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെട്ടുകൊണ്ട് ചില ദിവസങ്ങൾ മാറിയിരിക്കുക. കൂടിയിരിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം, ഞാൻ വിശ്വസിക്കുന്നു. കാര്യം കഴിഞ്ഞ ഒരു 2 മാസമായി ദൈവാത്മാവ് ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ചികിത്സ ഫലിക്കാത്ത ചിലതിനെ ഒന്ന് ആഴത്തിൽ ചികിത്സിക്കേണ്ടതിന് തിരുസാന്നിധ്യം ഇതിനകത്ത് ഒന്നുകൂടെ നടക്കുമെന്ന് ഞാൻ ഓൾറെഡി ബന്ധപ്പെട്ട ചിലരോട് പറഞ്ഞു കഴിഞ്ഞു. കമ്മിറ്റിയിലുള്ള ചിലരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ആ ദിവസങ്ങളിൽ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്തുനിന്ന് അടുത്തൊരു ബാച്ചിനെ സ്വർഗത്തിലെ ദൈവം ഉയർത്തുവാനുണ്ട്. ആഴത്തിൽ സർജറി നടത്തേണ്ടതിന്, ആഴത്തിൽ ഞെക്കി കഴുകേണ്ടതിന്, വെച്ച് കെട്ടേണ്ടതിന്, തിരുവചനത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങേണ്ടതിന്, ആത്മാവിന്റെ ആഴങ്ങളിൽ ഇറങ്ങേണ്ടതിന്, സഭയെ ശുശ്രൂഷിക്കേണ്ടതിന് ചില ശുശ്രൂഷകന്മാരെ ദൈവം ഇതിനകത്തൊന്ന് എഴുന്നേൽപ്പിച്ചേ മതിയാകൂ. ചിലതിനെ മുറിവ് കെട്ടിയേ മതിയാകും. കുഞ്ഞെ 17 വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. നീ ഈ വചനം അവരോട് പറയണം. അത് ഞാനും അങ്ങ് വിളിച്ചു പറയുക. ഈ വചനം അവരോട് പറയുക. എൻ്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുകട്ടെ. എൻ്റെ ജനത്തിന്റെ പുത്രിയായ കന്യക കഠിനമായി തകർന്നും വ്യസനകരമായി മുറിവേറ്റും ഇരിക്കുന്നു. വായിച്ചു. വയലിൽ ചെന്നാൽ ഇതാ വാൾ കൊണ്ട് പട്ടുപോയവർ, പട്ടണത്തിൽ ചെന്നാൽ ഇതാ ക്ഷാമം കൊണ്ട് പാടുപെടുന്നവർ. എന്റെ യേശു ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒന്നിച്ച് ചേർത്തോണ്ടാണ് പുതിയ നിയമത്തിൽ ഈ ന്യായശാസ്ത്രിയോട് അവനിത് മൊത്തം അറിയാവുന്നതാ. ന്യായപ്രമാണ വചനങ്ങൾ, പ്രവചന വചനങ്ങൾ എല്ലാം അവന് പരിചയമുള്ളതാണ്. ഇതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്തുകൊണ്ട് എൻ്റെ യേശു പറയുകയാണ്, യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഇറങ്ങിപ്പോയവൻ, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവൻ, വസ്ത്രം അഴിഞ്ഞുപോയവൻ, അർത്ഥപ്രാണനായവൻ തന്റെ വഴിയറമ്പിൽ കിടക്കുന്നു, തകർന്നു കിടക്കുകയാണ്. അവനെ സഹായിക്കാൻ ആരുമില്ല. നമുക്ക് 2-3 വാക്യങ്ങളോട് യെശയ്യാവിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കണ്ടിന്യൂസ് അങ്ങ് വായിക്കാൻ പോകുക. ഇടയ്ക്ക് ഞാൻ മിണ്ടത്തില്ല, നിർത്തി വായിക്കണം. കേൾക്കുന്നവർ ഗ്രഹിക്കേണ്ടതിന് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് പോകട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 10 വരെ. മറക്കരുത്, തിരുവചനത്തിൽ പഴയ നിയമത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഏറ്റവും അനുഗ്രഹത്തിന്റെ വാചകങ്ങൾ പറയുന്ന ഒന്നാണ് യെശയ്യാവിന്റെ പുസ്തകം. യെശയ്യാ പ്രവാചകനെ വിളിക്കുന്നത് പഴയ നിയമത്തിന്റെ സുവിശേഷകൻ എന്നാണ്. പക്ഷേ ആ അനുഗ്രഹത്തിലേക്ക് നടക്കണമെങ്കിൽ സ്ഥിതി മനസ്സിലാക്കിയ
മാറിയേ പറ്റൂ. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ താൻ അതിൻ്റെ സ്ഥിതി മനസ്സിലാക്കി പറയുകയാണ്. കാളവൻ്റെ ഉടയവനെയും, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി, കാളവൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനം അറിയുന്നില്ല. എവിടെ നിന്ന് പുല്ല് തിന്നണമെന്ന് അറിയത്തില്ല, എവിടെ നിന്ന് വെള്ളം കുടിക്കണമെന്ന് അറിയത്തില്ല. കണ്ട വിഷവാതകങ്ങൾ ശ്വസിക്കേണ്ടതിന്, കണ്ട വിഷപ്പുല്ലുകൾ തിന്നേണ്ടതിന് എൻ്റെ ജനം ഇറങ്ങി നടക്കുകയാണ്. കാളവൻ്റെ ഉടയവനെയും കഴുതവൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനം അറിയുന്നില്ല. ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല. അയ്യോ, മനകാഠിന്യമുള്ള ഒരു ജനം, വഴിതെറ്റിപ്പോകുന്ന ഒരു ജനം, എൻ്റെ വഴികളെ അറിയാത്തൊരു ജനം. ഇവർ റിബലിയസായി മാറി. പറഞ്ഞാൽ എതിർക്കുകയാണ്. ഇനി അവരോട് എന്ത് വേണം? അടിച്ചിട്ടെന്ത് പ്രയോജനം? അവർ റിബലിയസ് ആണ്. അവർ പിന്നെയും പിന്മാറുകയാണ്. പക്ഷേ എഴുതി 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 കുറച്ച് കഴിഞ്ഞപ്പോൾ യെശയ്യാവ് പറയുകയാണ്, ഞാനൊരു സംഭവം കണ്ട 6-ാം അധ്യായത്തിൽ യാഗപീഠത്തിന്റെ കനലുകളിൽ ഒന്ന് കൊടിലെടുത്തുകൊണ്ട് ഒരു പുരുഷൻ ഇറങ്ങി വന്ന് എൻ്റെ ആധരത്തെ തൊട്ടു. ഞാൻ നിന്നെ തൊട്ടതിനാൽ നിന്റെ വായിൽ എൻ്റെ വചനമായി. അതോടുകൂടെ വചനം വായിലേക്ക് കയറി. അതുകൊണ്ട് താൻ എഴുന്നേറ്റ് പറയുകയാണ്, പർവ്വതങ്ങളെ മാറ്, കുന്നുകളെ നീങ്ങ, യഹോവ എഴുന്നള്ളി വരികയാണ്. പുതിയ ഉറവുകൾ തുറക്കുവാൻ, പുതിയ നന്മകൾ പകരുവാൻ. ഓ ഗോഡ്. ഇനി വായിച്ചാട്ടെ, സമയത്തിന്റെ ചുരുക്കം കൊണ്ട് നിർത്താനാ ഈ 2 മുതൽ 10 വരെ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുകെ അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു. സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സൊദോം പോലെ ആകുമായിരുന്നു, ഗൊമേറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു. അതിനകത്ത് ചില വാചകങ്ങൾ അങ്ങോട്ട് മാറാൻ തോന്നുന്നില്ല. എൻ്റെ സമയത്തിന് നിർത്തുകയും വേണം. സിയോൻ പുത്രി, നീ തകർന്നില്ലേ? നീ വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെ ആയില്ലേ? വെള്ളരിയുടെ കാലം കഴിഞ്ഞു, അതെല്ലാം തീർന്നു. വള്ളികൾ ഉണങ്ങി, മാടം അവിടെ ഇരിപ്പുണ്ട്. നിരോധിക്കപ്പെട്ട പട്ടണം പോലെ. അകത്തൊരുത്തന് കയറാനൊക്കത്തില്ല, ഒരുത്തന് ഇറങ്ങാനൊക്കത്തില്ല. കാഴ്ചയ്ക്ക് പലതും ഉണ്ടെങ്കിലും ഉപയോഗത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ വഴിയറമ്പിലിരിക്കുന്ന മാടം പോലെ, വെള്ളരിത്തോട്ടത്തിലെ തൂണ് പോലെ, നിരോധിക്കപ്പെട്ട പട്ടണം പോലെ. കണ്ടാൽ നല്ലതാണെങ്കിലും മറ്റുള്ളവർ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നിയാലും നിന്റെ ശൂന്യത നീ അറിയുന്നില്ലേ? എൻ്റെ ജനം തകർന്നുപോയി. തണ്ടവർ വല്ലാതെ മുറിവേറ്റു, കഠിനമായി മുറിവേറ്റിരിക്കുകയാണ്. അവരവനെ മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനാക്കി വഴിയറമ്പിൽ തള്ളി. സത്യമാണെന്ന് ജീവിതാനുഭവങ്ങളിൽ തോന്നുന്നവരുണ്ടോ? വിടുതലിന് വേണ്ടി വരുന്ന ഒരുവനെ കുറിച്ച് തൊടാൻ പോകുകയാ. തുടർന്ന് ഇങ്ങോട്ട് ഇത് ആരോടാ യേശു പറഞ്ഞത്? സ്വയനീതിക്കാരനായ ന്യായശാസ്ത്രിയോട്, താൻ ഇതാ, നീ പുറമെ എന്തൊക്കെ കാണിച്ചാലും എന്നെ വാക്കിൽ പിടിക്കുവാൻ വന്നാലും നിന്റെ ആകമറിയാവുന്നവനാ ഞാൻ. ഇന്ന് രാത്രിയിൽ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവം, ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവം, ഇന്ന് രാത്രിയിൽ നമ്മുടെ അന്തരംഗങ്ങൾ അറിയുന്ന ദൈവം, അവസ്ഥകൾ അറിയുന്ന ദൈവം. നമുക്ക് ദൈവം മുമ്പിൽ തുറന്നു വെക്കാൻ കഴിയട്ടെ, നമുക്കൊന്ന് തുറന്ന് പറയാൻ കഴിയട്ടെ. വിടുവിക്കുന്നവൻ വരാൻ പോകുകയാ. എതിർച്ചയാ അതുവഴിയായി ഒരു പുരോഹിതം വന്ന് അയാളെ കൊണ്ടൊക്കുകയില്ല. പൗരോഹിത്യത്തെ കൊണ്ട് ഇവനെ നന്നാക്കാൻ ഒക്കത്തില്ല. ഞാനത് വിശദീകരിക്കുന്നില്ല. 2, അതുവഴി ഒരു ലേവ്യൻ വന്നു. അതൊരു മാതൃകാ ജീവിതമാണ്. ലേവ്യന്റെ ജീവിതമൊക്കെ വളരെ നല്ലതാ. സപ്പോസ് ടു ബി ഹൃദയത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുറമേ എങ്കിലും കാണാനുണ്ട്. അവനെ കൊണ്ട് ഈ മനുഷ്യനെ വിടുവിക്കാൻ പറ്റുകയില്ല. ഈ 2 പേരെ കൊണ്ടും സഹായിക്കാനൊക്കഞ്ഞതുകൊണ്ട് 2 പേര് മാറിക്കടന്നുപോയി. ഞങ്ങളുടെ നാട്ടിലൊരു കള്ളു കുടിച്ച് നടക്കുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. ഞാൻ അച്ഛൻ എന്നാ വിളിക്കുന്നത്.
നാടൻ മര്യാദ അനുസരിച്ച് തങ്ങളെക്കാൾ മൂത്തവർ അയലോക്കത്തൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടാന്നോ ഞങ്ങളുടെ നാട്ടിൽ അച്ചായാന്നോ ഒക്കെ വിളിക്കണമെന്നായിരുന്നു. അതുകൊണ്ട് കുടിയനെ പോലും അച്ചായാന്ന് വിളിച്ചു പോയി. പക്ഷെ എന്തോ ഒരു ബഹുമാനം ഞങ്ങളോടൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ ഇയാൾ പോയി മുങ്ങി. ആരുണ്ടോ പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞാണ്ട് അയാൾ പോയി മുങ്ങി. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, അങ്ങനെയും രക്ഷപ്പെടട്ടെ. ഇവൻ്റെ കുടുംബകലഹം ഒന്ന് തീർക്കാൻ, മോഷണം ഒന്ന് കുറയ്ക്കാൻ, അവൻ്റെ ജീവിത തകർച്ചയൊന്ന് മാറ്റാൻ എന്നെ കൊണ്ട് ഒക്കില്ല. ഞാൻ പഠിച്ച പണി മുഴുവൻ നോക്കി, നാട്ടുകാരെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് നോക്കി. അവൻ നന്നാകുകയില്ല. ഇനി മുങ്ങി നന്നാകട്ടെ. പള്ളിയിൽ നിന്ന് പോയി കിട്ടിയല്ലോ ഉപകാരം. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കേരളത്തിൽ ചെന്നു. ഈ സന്തോഷത്തിന് ചെന്നതാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുത്തം പറഞ്ഞ ഇന്നലെ കുടിച്ചേച്ച് 4 കാലിൽ അതിലേ നടക്കുന്നതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛ സ്നാനപ്പെട്ടു. അച്ഛൻ്റെ ജീവിതമൊക്കെ മാറിയല്ലേ? പിന്നെ ഭയങ്കരമായിട്ട് മാറി. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇന്നലെ എന്തോ ഒരു അത് കുഞ്ഞെ എനിക്ക് ഗ്യാസിൻ്റെ സോക്കേട് കൂടെ ഉണ്ട്. അത് വന്നാൽ ഒരല്പം അരിഷ്ടം, വേറൊന്നും ഞാൻ കുടിച്ചില്ല, ഒരല്പം അരിഷ്ടം ദൈവകൃപയാലെ താമസിക്കാതെ കുഴിച്ചിട്ടു. ഞാൻ അവിടെ കൊണ്ടങ്ങ് നിർത്തിയേക്കാം. ചിലതിനെ നന്നാക്കാൻ പൗരോഹിത്യത്തെ കൊണ്ടൊക്കത്തില്ല, പെന്തക്കോസുകാരെ കൊണ്ട് നടക്കുകയില്ല. ദൈവത്തോട് അടുക്കുക അല്ലാതെ ഇപ്പം മുങ്ങിയിട്ടും ഗുണമില്ല, പൊങ്ങിയിട്ടും ഗുണമില്ല. അതിന് മുമ്പ് ഒന്നിനും കൊള്ളുകയില്ലായിരുന്നു. ഇവനെ ഒന്നിനും ശരിയാക്കി എടുക്കാൻ ഒക്കുന്നതല്ല. ഒരു പുരോഹിതൻ അതുവഴി വന്നു, ഈ പുള്ളിയെ മനസ്സിലാക്കി മാറിക്കടന്നുപോയി. ഒരു ലേവ്യൻ അതുവഴി വന്നു, ഇവൻ്റെ സ്ഥിതി മനസ്സിലായി, മാറിക്കടന്നുപോയി, പേര് കളയാതെ അവർ പോയി. ഒരു ശമരിയക്കാരനോ, താഴ്ന്നവനെന്ന് നിങ്ങൾ പറയുന്നൊരു ശമരിയക്കാരനോ ആ വഴി വന്നു. പുറമേ കണ്ടാൽ നന്മയാ, അകം തകർന്നവൻ, ആഴമായ മുറിവേറ്റവൻ, വിടുവിപ്പാൻ ആരുമില്ലാത്തവൻ, എല്ലാം പരാജയപ്പെട്ടവൻ തേണ്ട കിടക്കുന്ന വഴിയറമ്പിൽ. ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ ആ സ്ഥലത്തെത്തി. ഇനിയത്തേത് ഒത്തിരിയും കൂടെ ഗൗരവമായി ശ്രദ്ധിച്ചോണം. അവനെ കണ്ടതോടെ മനസ്സലി ഉണ്ടായി. അവൻ്റെ നിലവിളി കേട്ടിട്ടൊന്നുമല്ല, അവനെ കണ്ടതോടെ മനസ്സലിഞ്ഞതോടെ അരികെ ചെന്നു. മുമ്പേ തന്നെ കാണാവുന്ന അകലത്തിലെത്തി, മുറിവുകൾ മനസ്സിലാകുന്ന രൂപത്തിലെത്തി. അത് കണ്ട് മനസ്സലിഞ്ഞാൽ ഒന്നുകൂടെ അടുത്തു വരുന്നവൻ. പലരും എന്നെ കണ്ടാൽ മാറിപ്പൊക്കളി, എന്നെ മനസ്സിലാക്കും തോറും എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കും. യേശുവിൻ്റെ പ്രത്യേകത, ഈ ദീനസ്ഥിതി കണ്ടപ്പോൾ മനസ്സലിഞ്ഞു, അടുത്തു ചെന്നു. എന്നോട് അടുത്തു വരുന്നൊരു യേശു, എന്നോട് അടുത്തു വരുന്നൊരു ദൈവപുത്രൻ. നീ എന്നെ ശമര്യക്കാരനെന്നായിരിക്കും വിളിക്കുന്നത്. സ്നേഹിതൻ ആരെന്നല്ലേ ചോദിച്ചത്? നേരിട്ട് ശമര്യക്കാരനാണെന്ന് എൻ്റെ വാ കൊണ്ട് പറഞ്ഞാൽ നീ എന്നെ കുറ്റം ചുമത്തത്തില്ലയോ? അതുകൊണ്ട് നിൻ്റെ വാ കൊണ്ട് തന്നെ പറയിപ്പിച്ചേക്കാം. എൻ്റെ വാ കൊണ്ട് ഞാൻ ശമര്യക്കാരനാണ്, നിൻ്റെ കൂട്ടുകാരനെന്ന് പറയത്തില്ല. പറഞ്ഞാൽ നീ എന്നെ കൊലക്ക് കൊടുക്കും. നിൻ്റെ വാ കൊണ്ട് ഞാൻ പറയിപ്പിച്ചേക്കാം. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ ആ സ്ഥലത്തെത്തി, ഇവനെ കണ്ടു, മനസ്സലിഞ്ഞു. ഇന്ന് പകൽ ഹൃദയം ദൈവസന്നിധിയിൽ തുറന്നു പറ, കർത്താവേ ഞാൻ തകർന്നു കിടക്കുക. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഹൃദയം തുറന്നു പറ, കർത്താവേ ഞാൻ തകർന്നു കിടക്കുക. 5 വൻകരകളിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ കിട്ടുന്നവരെ, ഇന്ന് പകൽ ഹൃദയം ഒന്ന് തുറന്നു പറ, കർത്താവേ ഞാൻ തകർന്നു കിടക്കുകയാ. എന്നെ രക്ഷിപ്പാൻ പൗരോഹിത്യത്തിന് കഴിയത്തില്ല, എന്നെ രക്ഷിപ്പാൻ ലേവ്യന് കഴിയത്തില്ല. എൻ്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ ദോഷമുള്ളതാണ്. ഞാൻ തന്നെ തകർന്നു കിടക്കുന്നു. വയലിൽ ചെന്നാൽ വാളാൽ പട്ടുപോയവർ, വീട്ടിൽ വന്നാൽ പട്ടിണിയാൽ പട്ടുപോയവർ, എനിക്ക് വേറൊന്നും പറയാനില്ല. എന്നെ രക്ഷിക്കുവാൻ കഴിയുന്നവൻ അങ്ങ് മാത്രമേ ഉള്ളെന്ന് പറ. ഈ പകൽ യേശു അടുത്തു വരികയാ. യേശു അടുത്തു വന്നു, എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി. എണ്ണയും വീഞ്ഞും പകർന്ന് യേശു ഒരാളിനെ സഹായിച്ചു തുടങ്ങണമെങ്കിൽ, ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കിടക്കുന്നവർ ഒരു രക്ഷയുമില്ല. യേശു മുറിവ് കെട്ടാൻ വന്നാൽ അനുവദിക്കുന്നവൻ. യേശു ആരുടെയും വീട് തള്ളിത്തുറന്ന് അകത്ത് കയറി ഒന്നും ചെയ്യത്തില്ല, നിർബന്ധിച്ച് വിളിച്ച് യാതൊന്നും ചെയ്യത്തില്ല. ചിലർ നേർച്ച കിട്ട് നിവർത്തിച്ചില്ലെങ്കിൽ പാമ്പിനെ വിട്ട് നേർച്ച വാങ്ങിപ്പിക്കുന്ന പാർട്ടിയുണ്ട്. എൻ്റെ യേശു ഈ ടൈപ്പ് അല്ല. ഞാൻ വാതുക്കൽ നിന്ന് മുട്ടും. ആരെയും ബലാത്കാരം ചെയ്യാത്തവൻ, ആരോടും ഒന്നും പിടിച്ചു പറിക്കാത്തവൻ,
ചെറുബാലന്റെ കയ്യിലിരുന്ന് അപ്പത്തിനു വേണ്ടി, അപ്പപ്പൊതിക്ക് വേണ്ടി കൈ നീട്ടിയതുപോലെ ഇന്ന് പകൽ തകർന്ന ഹൃദയങ്ങളെ എൻ്റെ അരികിൽ വരിക എന്ന് പറഞ്ഞ് കൈ നീട്ടുന്നവൻ, ആണിപ്പാടുള്ള കൈ കാണിച്ച് ഇങ്ങോട്ട് തൊട്ടു നോക്കിക്കോളാൻ പറയുന്നവൻ, നിലാപ്പുറത്ത് കുത്തേറ്റ ഇടത്തു നിന്ന് ഒഴികെ ചോര കൊണ്ട് കഴുകി ശുദ്ധീകരിക്കാമെന്ന് പറയുന്നവൻ അടുത്തു വന്ന് പറയുകയാണ്, എനിക്ക് നിന്നെ രക്ഷിക്കണമെന്നുണ്ട്. ആകയാൽ ഞാനൊന്ന് ചെയ്യട്ടെ, എണ്ണ പകരാൻ പോകുകയാണ്, വീഞ്ഞു പകരാൻ പോകുകയാ. യേശു രക്ഷിക്കണമെങ്കിൽ യേശുവിൻ്റെ പ്രക്രിയകളിൽ പോയേ മതിയാകൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ ചെറിയ അളവിനെ കാണിക്കുന്നതാ. മാനസാന്തരം, വിശുദ്ധ ജീവിതം, യോഗ്യമായ സംസാരം മുതൽ അന്യഭാഷ പറയുന്നത് വരെ ഉൾപ്പെടുന്നതാണ് എണ്ണ. അതിനടുത്ത പടിയാണ് വീഞ്ഞ്. പെന്തക്കോസ്ത് നാളിൽ കാണുവാനും കേൾക്കുവാനും തക്കവണ്ണം സഭ പറഞ്ഞ അന്യഭാഷ കേട്ടെന്നല്ല, കാണാൻ ഏതാണ്ടുണ്ടായിരുന്നു. ചാടിയെന്ന് വരും, നൃത്തം ചെയ്തെന്ന് വരും, തുള്ളിയെന്ന് വരും, വീണെന്ന് വരും, ഉരുണ്ടെന്ന് വരും, പലതും കണ്ടെന്ന് വരും. എനിക്കറിഞ്ഞുകൂടാ. കാണുവാനും കേൾക്കുവാനും തക്കവണ്ണം രോഗശാന്തി ഉണ്ടെന്ന് വരും, ഭൂതശാന്തി ഉണ്ടെന്ന് വരും. കാണുവാനും കേൾക്കുവാനും തക്കവണ്ണം ദൈവക്രിയകൾ പ്രകടമായി തുടങ്ങിയപ്പോൾ കണ്ടു നിന്ന നാമധേയന്മാര് പറഞ്ഞു, ഇവർ വീഞ്ഞു കുടിച്ചവരാ, വാട്ടന്മാരാ, പൊട്ടന്മാരാ, ഭോഷന്മാരാ. എടോ പറയടോ. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം. പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, നിനക്ക് കിട്ടാതെ പോയതാണ്. ഹേ ന്യായശാസ്ത്രിയെ, നിന്നെ തള്ളി പുറത്താക്കിയ ശേഷം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം കൊടുത്തതാ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടി ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി. ഞാൻ വളരെ ബഹുമാനിച്ചിരുന്ന, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ വി എ തോമസ് അവർ പറഞ്ഞ ഒരു പദം എനിക്ക് ഓർമ്മയുണ്ട്. ന്യായമായി ഒരുക്കപ്പെട്ട വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പെന്തക്കോസ്തിന്റെ ശുശ്രൂഷ നടത്തേണ്ടതിന് ദേവാലയത്തിൽ പുരോഹിതന്മാർ നിൽക്കവേ ആത്മാവ് അങ്ങോട്ടല്ലേ ഇറങ്ങേണ്ടത്. പക്ഷെ യേശുവിനെ തള്ളിക്കളഞ്ഞ ആ ദേവാലയം വിട്ട് ആ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ മർക്കോസിന്റെ മാളിക മുറിയിലോട്ട് ഇറങ്ങി. ഹല്ലേലൂയ. പലതിനെ ത്യജിച്ച ശേഷം, പലതിനെ വേണ്ടാന്ന് വെച്ച ശേഷം, വലിയ വിഭാഗങ്ങളെ തള്ളിയ ശേഷം ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് കയറിയപ്പോൾ വലിയ വിഭാഗങ്ങൾ വിളിച്ചു പറഞ്ഞു, പുതുവീഞ്ഞാണേ, വട്ടാണേ. എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകൾ കെട്ടി. അടുത്ത യേശുവിന്റെ പ്രത്യേകത, ഈ എണ്ണ എന്ന് പറഞ്ഞാൽ എന്തുവാ? മാനസാന്തരം മുതൽ അന്യഭാഷ വരെ. വീഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ? ഗംഭീര രോഗശാന്തി, ഭൂതശാന്തി പ്രകടനങ്ങൾ, കാണത്തക്ക കരിസ്മാറ്റിക് മൂവ്മെന്റ്സ്. പക്ഷെ മറക്കരുത്, ഇതെല്ലാം വഴിയറമ്പിലെ സംഭവമാണ്. ആ വഴിയറമ്പിൽ താൻ വിടുവിച്ചതിനെ കളയാതെ പൊക്കിയെടുത്ത് തന്റെ വാഹനത്തിൽ കയറ്റി. ഇന്ന് പകൽ വിടുവിക്കപ്പെടുന്നവരോട് ദൈവം ചെയ്യുന്നത് ഇതാ, അവരെ ഒരു വഴിയമ്പലത്തിൽ എത്തിച്ചു. ഞാൻ അങ്ങനെ അങ്ങ് ചുരുക്കിയേ പറ്റുള്ളൂ. വഴിയമ്പലം ദൈവത്തിൻ്റെ സഭയുടെ മാതൃകയാണ്. കാര്യം അവിടെ നിയമിക്കപ്പെട്ട ശുശ്രൂഷകന്മാരുണ്ട്. ആരൊക്കെയാ ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ? ഒന്നാമത് അപ്പോസ്തലൻ, രണ്ടാമത് പ്രവാചകൻ, മൂന്നാമത് സുവിശേഷകൻ, നാലാമത് ഇടയൻ, അഞ്ചാമത് അധ്യാപകൻ, പിന്നെ ആരാധനയുടെ പ്രമാണങ്ങൾ. ആകയാൽ എന്താ സഹോദരന്മാരെ, നാം കൂടി വരുമ്പോൾ, ഞാൻ അങ്ങനെ പറയുക, ബൈബിളിൽ എഴുതിയിരിക്കുന്ന നിങ്ങൾ കൂടി വരുമ്പോൾ, അതെ നമ്മൾ കൂടി വരുമ്പോൾ, ഓരോരുത്തരും സങ്കീർത്തനം, ഓരോരുത്തരും അന്യഭാഷ, ഓരോരുത്തരും വെളിപ്പാട്, ഓരോരുത്തരും പ്രവചനം എന്നിങ്ങനെ കൃപാവരങ്ങളുടെ വ്യാപാരമുണ്ട്, ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്. അത് ഉള്ള ഇടത്തേക്ക് കൊണ്ടയാക്കും. ഒരു ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, എന്നോട് ദൈവം തീർത്തു പറഞ്ഞു, നിൽക്കുന്ന സഭ വിടരുത്, അവിടെ ഇരുന്ന് അങ്ങ് അന്യഭാഷ പറയണം. ഞാൻ പറഞ്ഞു, എനിക്കും അങ്ങനെ ഒരു അനുഭവം ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ രോഗിയായിരുന്നു. ഒരു 10-70 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷം രോഗിയായിരുന്നു. അപ്പോൾ പറഞ്ഞായിരുന്നു, പഞ്ചസാരയുള്ളതൊന്നും കൊടുക്കരുത്, പഴവർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് കൊടുക്കരുത്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചില പഴങ്ങളുണ്ട്, അത് ഒട്ടും കൊടുക്കരുത്, കാര്യം കുറച്ച് നാളൂടെ ജീവിക്കും. ഒരു ദിവസം ഒരു ഡോക്ടർ വിളിച്ചു പറഞ്ഞു, കൊടുത്തേക്ക് കേട്ടോ, കൊടുത്തേക്ക്, കാര്യം ഇനി ഇത് രക്ഷപ്പെടുകയില്ല, വയസ്സ് 19 അങ്ങ് ആയി, ഇനിയും കൊടുത്തേക്ക്. ഞാൻ അവനോട് പറഞ്ഞു, എനിക്കും ഇതുപോലൊരു അനുഭവമുണ്ട്, ഇഷ്ടപ്പെട്ടതൊക്കെ തിന്നോളാൻ എൻ്റെ അമ്മയോട് പറഞ്ഞൊരു ചരിത്രമുണ്ടെന്ന് പറഞ്ഞാൽ നീ തീരാറായി. എന്നോട് ദൈവം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൽക്കുന്ന സഭയിൽ നിന്നോണം. എടാ നീ നന്നാകുകയില്ലെന്നുള്ള ദൈവം അറിഞ്ഞല്ലേ. താൻ രക്ഷിച്ച ഒന്നിനെ അങ്ങനെ വിടത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെവിക്കുന്നുള്ളിൽ കുറിക്കൊണ്ടു, താൻ രക്ഷിച്ച ഒന്നിനെ താൻ വഴിയറമ്പിൽ കളഞ്ഞേച്ചു പോകത്തില്ല. പൊക്കി തൻ്റെ വാഹനത്തിലെടുത്തു വെച്ചു, പൊക്കി തൻ്റെ വാഹനത്തിലെടുത്തു വെച്ചു. തൻ്റെ വാഹനം ഞാൻ 2 മിനിറ്റ് കൊണ്ട് തൊട്ടോട്ടെ, എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്.
ഞാൻ ഒരുപാട് പേരുടെ വാഹനങ്ങളിൽ കയറിയിട്ടുണ്ട്. ഈ ചർച്ചിൽ വാഹനങ്ങൾ ഉള്ളവരുണ്ട്, അവരെന്നെ വിളിക്കാറുണ്ട്, അവരുടെ പലരുടെ വാഹനങ്ങളിൽ കയറിയിട്ടുണ്ട്. നിങ്ങൾ അവരോട് ചോദിച്ചോണ്ട് ഒറ്റയാളിനോട് സ്പീഡ് കൂട്ടാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, സ്പീഡ് കുറയ്ക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഇതിലെത്തിയിടാന്ന് പറഞ്ഞിട്ടില്ല, അങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞിട്ടില്ല. നോ, നിങ്ങളുടെ വാഹനത്തെ കയറിയാൽ നിങ്ങൾ പറയുന്ന പോലെ. എൻ്റെ വാഹനത്തിൽ ആരെയും കയറ്റിയപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല. കയറ്റിയ കാലത്ത് എങ്ങനെ ഓടിക്കണമെന്ന് ആരോടും ചോദിക്കാറുമില്ല. എൻ്റെ വാഹനം എങ്ങനെ ഓടിക്കണമെന്ന് എനിക്കറിയാം, അവരുടെ വാഹനം എങ്ങനെ ഓടിക്കണമെന്ന് അവർക്കറിയാം. യേശുവിൻ്റെ പ്രത്യേകത നമ്മുടെ വണ്ടിയെ കയറത്തില്ല, തൻ്റെ വണ്ടിയിലോട്ട് നമ്മളെ കയറ്റത്തേ ഉള്ളൂ. ഞാൻ സ്നാനപ്പെടത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. എടോ, നീ എൻ്റെ വാഹനത്തിൽ അല്ലടൂ, നീ വഴിയിറമ്പി കിടക്കുക. ഞാനാ വെച്ച് കെട്ടിയത്, ഞാനാ വീഞ്ഞു പകർന്നത്, ഞാനാ എണ്ണ പകർന്നത്, ഞാനാ വസ്ത്രം വെച്ച് കെട്ടിയത്. നിന്നെ മുറിവ് കെട്ടേണ്ടതിന് എൻ്റെ വസ്ത്രം കീറിയാ ഞാൻ ഇറങ്ങി വന്നത്. ഞാൻ ആകാശമെന്ന തിരശ്ശീല ചീന്തി, എൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി നിന്നെ നന്നാക്കേണ്ടതിന് വേണ്ടി ഞാൻ ത്യാഗം സഹിച്ചു. സത്യം. എങ്കിലും നന്നാകാൻ മനസ്സില്ലെങ്കിൽ എന്ത് ചെയ്യും? തൻ്റെ വാഹനത്തിൽ കയറ്റി ഒരു വഴിയമ്പലത്തിൽ കൊണ്ടുപോയി. എൻ്റെ യേശു രക്ഷിച്ച ഒന്നിനെ വഴിയറമ്പിൽ വിട്ടിട്ടില്ല, വഴി അമ്പലത്തിൽ കൊണ്ടുപോയി. ചെന്ന് 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരൻ്റെ കയ്യിലോട്ട് കൊടുത്തു. 2 വെള്ളിക്കാശ്. 1 ദൈവത്തിൻ്റെ വചനമാ, 2 പരിശുദ്ധാത്മാവാ. ഈ 2 വെള്ളിക്കാശ് എടുത്ത് അങ്ങോട്ട് കൊടുത്തു. ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങാം. ആത്മാവില്ലാത്ത വചനധ്യാനം പലതിനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, 2 വചനമില്ലാത്ത ആത്മവ്യാപാരം വെറും താന്തോന്നിത്തമായി മാറി നരകത്തിലേക്ക് എത്തിക്കുമ്പോൾ, ഇന്ന് പകൽ ബാലൻസ് ചെയ്യുവാൻ ദൈവസഭയുടെ കയ്യിൽ 2 കാര്യങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ച എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ 2 വെള്ളി നാണയങ്ങൾ എടുത്തു. ദൈവത്തിന്റെ തിരുവചനവും പരിശുദ്ധാത്മാവും 2 കൂടെ കൊടുത്തേച്ച് പറഞ്ഞു, ഈ 2 കൂടെ ചേർത്ത് ഇവനെ ശുശ്രൂഷ ചെയ്യണം. ഇത് 2 കൂടെ ചേർത്ത് ഇവനെ ശുശ്രൂഷ ചെയ്യണം. ചിലരെൻ്റെ അടുക്കൽ വന്ന്, നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രാണ്ടിത്തം, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞോട്ടെ, യേശു പറഞ്ഞ തന്നെത്താൻ ശമരിയക്കാരനെന്നല്ലേ പറഞ്ഞപ്പോൾ ഞാൻ കോപ്രാണ്ടിത്തം എന്ന പദം പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ബൈബിളിൽ എവിടെ? ചിലരോടൊക്കെ ഞാൻ പറയാൻ മെനക്കെട്ടിട്ടുണ്ട്, അവർക്ക് മനസ്സിലാകില്ലെന്ന് പിന്നെ അറിയാം. ഞാൻ ഓർക്കുന്നുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ചെറുപ്പത്തിൽ, ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ നല്ല കാലത്ത് അദ്ദേഹം റിലേറ്റീവ് തിയറി കണ്ടുപിടിച്ചു. റിലേറ്റീവ് തിയറിയിൽ താൻ ഒരുപാടങ്ങ് പ്രശസ്തനായി. റിലേറ്റീവ് തിയറി ചിലർക്കറിയാം, അങ്ങ് പ്രശസ്തനായി. തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അമ്മച്ചി ഒരിക്കൽ വന്ന് ആൽബർട്ട് ഐൻസ്റ്റൈനോട് ചോദിച്ചു, എടാ മോനെ, റിലേറ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ എന്തോടാ? ഈ അമ്മച്ചിക്ക് ABCD അറിയാവുന്നതല്ല, ഫിസിക്സ് പഠിച്ചിട്ടില്ല, കണക്കിനെക്കുറിച്ച് വിവരമില്ല, ഇവരോട് എന്നെ വെച്ച് റിലേറ്റീവ് തിയറി പറയുക. അമ്മച്ചിക്ക് നല്ല കാലത്തിന് കണ്ണ് കാണുന്നതല്ല. അപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, കൊക്കിൻ്റെ കഴുത്ത് പോലൊരു സാധനമാണ് റിലേറ്റീവ് തിയറി. കൊക്കിൻ്റെ കഴുത്ത് പോലൊരു സാധനമാണ് റിലേറ്റീവ് തിയറി. അപ്പോൾ കഴുത്തെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, കൊക്കെന്ന് പറഞ്ഞാൽ എന്തുവാടാ? അമ്മച്ചിക്ക് കണ്ണ് കാണത്തില്ല, കണ്ടിട്ടില്ലല്ലോ. കൊക്കെന്ന് പറഞ്ഞാൽ വളഞ്ഞ കഴുത്തുള്ളതാണ്. കഴുത്തെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, വളവെന്ന് പറഞ്ഞാൽ എന്തുവാടാ? പുള്ളിക്കാരൻ പയ്യ അമ്മച്ചിയുടെ കൈ ഇങ്ങോട്ട് പിടിച്ച് നീട്ടി. ഇപ്പം ഇത് നിവർന്നായിരിക്കുന്നത്, ഒറ്റ മടക്ക് വെച്ചു കൊടുത്ത് ഇപ്പം ഇത് മടങ്ങിയായിരിക്കുന്നത്. മടക്കെന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാം? റിലേറ്റീവ് തിയറി മനസ്സിലായി. കാര്യം മസിലിന് വേദന എടുത്തു. വചനം അറിയാവുന്നവർ വേണ്ട ചോദിക്കാൻ. പ്രസംഗിച്ചത് കൊണ്ടതായില്ല, അത് ജീവിതത്തിലാകണം. പരിശുദ്ധാത്മാവില്ലാതെ ഇത് മനസ്സിലാകത്തില്ല. എഴുതപ്പെട്ട ആത്മാവിനെ ദുഷിക്കുന്നവൻ വചനം എവിടെ മനസ്സിലാകാനാ? അത് അക്ഷരത്തിൻ്റെ പഴക്കമല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ ഗ്രഹിക്കുവാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. നമുക്കൊന്നുകൂടെ ഉണരാം ദൈവമക്കളെ. ദൈവത്തിന് ചിലതുകൂടെ ചെയ്യാനുണ്ട്. ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഞാൻ ഒന്ന് ഓർപ്പിച്ചേച്ച് നിർത്തട്ടെ, എൻ്റെ സമയം തീരുന്നതിനാൽ. ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ലൂക്കോസിന്റെ സുവിശേഷം 19:41 യേശു പറഞ്ഞു, ഇസ്രായേൽ വായിക്കുന്നില്ല, യെരൂശലേമേ യെരൂശലേമേ, നിന്റെ സമാധാനത്തിനുള്ളത് ഇന്നെങ്കിലും നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ ഒന്നും വിശദീകരിക്കത്തില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞു, ഒരു യജമാനന് ഒരിക്കൽ തൻ്റെ മകൻ്റെ ഒരു വിവാഹ ശുശ്രൂഷ നടത്തണമായിരുന്നു. അനേകരെ ക്ഷണിച്ചു, ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല. ക്ഷണം കിട്ടിയവരിൽ പലരും വരാതെ പോയി എന്ന് മറക്കരുത്. ക്ഷണം ലഭിച്ചവരിൽ പലരും വരാതെ പോയി എന്ന് മറക്കരുത്. ദ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി. യജമാനൻ 2ാമതൊരു കൂട്ടം ആളുകളെ വിളിച്ചു, എന്നിട്ടും ആളുകൾ വന്നില്ല, നിർബന്ധിച്ചിട്ടും വരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ യജമാനൻ
പറഞ്ഞ് ഇവന്മാരെ തള്ളിയ ശേഷം കണ്ട തെരുക്കളിൽ പോയി കിട്ടുന്നവനെയൊക്കെ വിളിച്ചോണ്ട് വാ. യഹൂദ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായി ഭൂമിയിൽ ദൈവമില്ലാത്തവരായി അലഞ്ഞു നടന്ന എന്നെയും എന്നെ പോലെയുള്ള നമ്മെയും ദൈവരാജ്യത്തിന് പങ്കാളികളാകുവാൻ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ അനേകർക്ക് അവരുടെ ചാൻസ് നഷ്ടപ്പെട്ടു. നമ്മളോ ചാൻസ് ഉപയോഗിച്ചതിനായി സ്തോത്രം. അകത്ത് വന്നവരെ യേശു ഒന്നുകൂടെ നോക്കി. ആ യജമാനൻ ഒന്നുകൂടെ നോക്കിയപ്പോൾ ഒരുത്തം തണ്ട കല്യാണ വസ്ത്രമില്ലാതെ വന്നിരിക്കുന്നു. എല്ലാവർക്കും കിട്ടിയ പോലെ ഇവനും കിട്ടിയനെ. എല്ലാവർക്കും കൊടുക്കാനുള്ളത് അവിടെ ഉണ്ടായിരുന്നു. അവൻ ആ ചാൻസ് നഷ്ടപ്പെടുത്തി. ഈ ലോസ്റ്റ് ഹിസ് ഓപ്പർച്യൂണിറ്റി. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കരുതേ, എൻ്റെ ഓപ്പർച്യൂണിറ്റി പോകരുതേ. ഇന്ന് പകൽ ഈ സന്ദേശം ഇടപെടാൻ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചത് കൊണ്ട് ഞാനിവിടെ പറയുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു തുറന്ന വാതിലുണ്ട്. ഇന്നിനപ്പുറത്തേക്ക് മാറല്ലേ, ഇന്നിനപ്പുറത്തേക്ക് മാറല്ലേ. മനസ്സ് തഴമ്പിച്ചു പോകരുത്, ഹൃദയം കഠിനപ്പെടരുത്. പറ തവേ, വഴിയിൽ യുദ്ധം, വയലിൽ തകർന്നത്, വീട്ടിൽ തകർന്നത് എൻ്റെ ഹൃദയം അങ്ങേക്കറിയാം. പുറമെ കുഴപ്പമില്ലെങ്കിലും ഞാൻ വെള്ളരിത്തോട്ടത്തിലെ തൂണ് പോലെ ആയില്ലയോ, ഞാൻ നിരോധിക്കപ്പെട്ട പട്ടണം പോലെ ആയില്ലയോ, കാഴ്ചക്കുണ്ടെങ്കിലും ജീവിതത്തിൽ നന്മയില്ലാതെ കിടക്കുക. ഇതാ ഞാൻ എന്നെ തുറക്കുന്നെന്ന് പറ. ഇന്നെന്റെ കർത്താവ് ചെയ്യട്ടെ. ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇനി ഒരിക്കലും നഷ്ടമായി പോകാതെ ഇന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മെ ഒന്നുകൂടെ ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് അടയട്ടെ. യഹോവേ, ഞാൻ മടങ്ങി വരികയാ. എൻ്റെ ജീവിതത്തിൽ അവിടെയും ഇവിടെയും എല്ലാം പരാജയമുണ്ട്. എൻ്റെ ജീവിതത്തിൽ അവിടെ ഇവിടെ എല്ലാം പരാജയമുണ്ട്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന ദുഷ്ട ശരീരത്തിലായിപ്പോയി. അങ്ങയുടെ ബലത്തിൻ്റെ കരം അടിയനെ താങ്ങണേ, അങ്ങയുടെ ബലത്തിൻ്റെ കരം അടിയനോടുകൂടി ഇരിക്കണേ എന്ന് പറ. യേശുവേ, സഭയ്ക്കായി നന്ദി, അങ്ങയുടെ ജനത്തിനായി നന്ദി. ഞാൻ ഇന്ന് വരെ നസ്രയനാകുന്ന യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഒരു ദൈവാനുഗ്രഹം ഈ ജനത്തിൻ്റെ മേലിരിക്കട്ടെ, ഒരു ദൈവാനുഗ്രഹം ഈ ജനത്തിൻ്റെ മേലിരിക്കട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ ടൈം എടുക്കത്തില്ല, ഇപ്പം തീരും. പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഇന്ന് ജീവിതത്തിൽ ഒരു പ്രതിഷ്ഠ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട് എന്ന് ദൈവാത്മാവ് പറയുന്നത് കൊണ്ട് ഒരു 3 മിനിറ്റിന് താഴെയുള്ള സമയം ഞാൻ എടുക്കാൻ പോകുകയാണ്. എൻ്റെ ജീവിതം തകർന്നതാ. ആഴമായ മുറിവെനിക്ക് ഉണ്ട്. ഞാൻ നിരോധിക്കപ്പെട്ട പട്ടണം, ആ വാക്ക പിന്നെ പിന്നെ കടന്നു വരുന്നേ. വീടുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. വേറൊരു രാജാവ് ഇതിനെ നിരോധിച്ചതിനാൽ ഈ പട്ടണത്തിൻ്റെ കതക് തുറക്കാനോ അകത്തു വരാനോ പുറത്തു പോകാനോ ഒരല്പം ആഹാര സാധനം വാങ്ങാനോ കഴിയുന്നില്ല. ഇതിലെ മലിനതകൾ എടുത്തു കളയാൻ കഴിയുന്നില്ല. ഞാൻ നിരോധിക്കപ്പെട്ട പട്ടണം പോലെയാണ്. കാഴ്ചയ്ക്ക് മനോഹരമാണ്, അകത്ത് നാറ്റമുണ്ട്. ഇത് ക്ലീൻഡ് അല്ല. അകത്ത് ദാരിദ്ര്യമുണ്ട്, ഇതിനകത്ത് എനിക്ക് ആവശ്യമുള്ളതില്ല. യേശുവേ, ഞാൻ മുറിവ് കൊണ്ട് തകർന്നു, എന്നെ വിടുവിക്കണമെന്ന് പറയുവാൻ രക്ഷ, സ്നാനം, വേർപാട്, വിശുദ്ധ ജീവിതം ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ചിത്രീകരിക്കുന്ന പദങ്ങളാണ് ഞാനിവിടെ സംഹരിക്കുന്നത്. ഇന്ന് പകലൊരു തീരുമാനമെടുക്കുവാൻ താല്പര്യപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. എൻ്റെ ശബ്ദപരിധിയിൽ വെബ്കാസ്റ്റിലൂടെ ശ്രദ്ധിക്കുന്നവരുണ്ട്, നാളെ വ്യത്യസ്ത ചാനലുകളിലൂടെ ശ്രദ്ധിക്കാൻ പോകുന്നവരുണ്ട്. ഇന്ന് പകൽ ഈ കൺവിക്ഷൻ ഹൃദയത്തിൽ ലഭിച്ചവർ, ഇതിനകത്താരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാത്രമേ എനിക്ക് കാണത്തുള്ളൂ. ഉണ്ട്, കൺവിക്ഷൻ ലഭിച്ചവരുണ്ട്, നിശ്ചയമായും ഉണ്ട്. ഒരു പരസ്യ പ്രഖ്യാപനത്തിന് നിങ്ങൾ തയ്യാറായാൽ കർത്താവ് നിങ്ങളെ വിടുവിക്കട്ടെ. വെബ്സൈറ്റുകളിലൂടെ ശ്രദ്ധിക്കുന്നവർ, യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്നവർ, വിവിധ മീഡിയകളിലൂടെ ശ്രദ്ധിക്കുന്നവർ, ആ ഇരിക്കുന്ന ഇരിപ്പുകളിൽ ശ്രദ്ധിക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നത് കൊള്ളാം. ഇത് അന്ത്യകാലമാണ്. നമ്മുടെ ജീവിതം നഷ്ടമാകരുത്. ഈ ഹോളിനകത്ത്, ഓഡിറ്റോറിയത്തിനകത്ത്, ഈ ടെൻറ്റിനകത്ത് ഞാൻ ദൈവസന്നിധിയിൽ ഒരു പുതിയ തീരുമാനത്തിന് തയ്യാറാകുന്നുവെന്ന് പറയുവാൻ ആരുണ്ട്? എഴുന്നേറ്റു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൈപൊക്കിയത് കൊണ്ടായില്ല, എഴുന്നേറ്റു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആരുണ്ട്? ആ എഴുന്നേൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ആരുണ്ട്? ഇന്ന് പകൽ ഒരു പ്രതിഷ്ഠയ്ക്ക് ഐ നോ ആളുകളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ രാത്രി അധിക നേരം ഉറങ്ങാൻ സാധിച്ചില്ല. പരിശുദ്ധാത്മാവ്
ആ എഴുന്നേറ്റ് നിൽക്കുന്നവരോട്, നിങ്ങൾ ബഥേലിൻ്റെ അംഗമായെന്ന് വരാം, രക്ഷിക്കപ്പെട്ടവരെന്ന് വിശ്വസിക്കുന്നു എന്ന് വരാം, സ്നാനപ്പെട്ടവരെന്ന് വരാം. ദാറ്റ്സ് ഓൾ എ ഡിഫറെൻറ്റ് തിങ്. കർത്താവേ, ഞാൻ തൻ്റെ തകർന്ന് കിടക്കുന്നു, ഐ നീഡ് എ ഹെൽപ്പ്, എൻ്റെ ജീവിതം വിടുതലിലേക്ക് വരട്ടെന്ന് പറയുവാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ, പലരും എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കണ്ടു, ഇനി ഉണ്ടെങ്കിൽ ഒരവസരം കൂടെയാണ്. വിവിധ സൈറ്റുകളിൽ, ചാനലുകളിൽ ശ്രദ്ധിക്കുന്നവരെ, ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന അവസരമാണ്. ആസ് വെൻ യു ലിസൺ ഇറ്റ്, നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കൂ. എല്ലാവരുടെയും കണ്ണുകൾ അടച്ചാട്ട്, കർത്താവേ, ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അടിയൻ അവരോടൊപ്പം നിൽക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തകർച്ചയുണ്ട്, എൻ്റെ സമസൃഷ്ടങ്ങളായ എൻ്റെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ തകർച്ചയുണ്ട്. യഹോവേ, രക്ഷിപ്പാൻ ഇറങ്ങി വരണമേ. അങ്ങ് നീതിമാനാ, അങ്ങ് നീതിമാനാ. ഞങ്ങളിൽ ചിലർ നിരോധിക്കപ്പെട്ട പട്ടണം പോലെ കർത്താവേ, വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെ കാഴ്ചയ്ക്ക് മാത്രമുള്ളവരായി നിൽക്കയാ. പട്ടണം തോറും ഞങ്ങൾ തകർക്കപ്പെട്ടവരാ, ജീവിത അനുഭവങ്ങളിൽ ഞങ്ങൾ തകരുകയാ. യഹോവേ, സഹായിക്കണേ. യേശുവേ, ഏത് തകർന്നവനെയും, മുറിവെത്ര കഠിനമായവനെയും എണ്ണയും വീഞ്ഞും പകരുവാൻ, ഗിലെയാദിലെ സുഗന്ധക്കുഴമ്പേ, ഗിലെയാദിലെ തൈലമേ, മറ്റൊരു മരുന്നും ഇല്ലെങ്കിലും ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? ഗിലെയാദിൽ വൈദ്യനില്ലയോ? എന്റെ ജനത്തിന്റെ മുറിവിന് ചികിത്സിക്കുവാൻ ഗിലെയാദിൽ വൈദ്യനില്ലയോ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഇന്ന് പകൽ ഞങ്ങളെ ശുശ്രൂഷിക്കണമേ. ഞങ്ങളുടെ മുറിവുകൾ കെട്ടണേ കർത്താവേ. ഞങ്ങളുടെ മുറിവുകൾക്ക് പൊറുതി വരുത്തണമേ. ഞങ്ങളെ വെച്ച് കെട്ടണമേ. ഞങ്ങൾ ഈ വഴിയിറമ്പി കിടക്കരുതേ. ഞങ്ങളെ വാഹനത്തിൽ കയറട്ടെ. ഞങ്ങളെ അംഗീകരിക്കണേ. അങ്ങയുടെ വഴിയമ്പലത്തിലേക്ക് വരികയാ. അങ്ങയ്ക്ക് വേണ്ടി എന്തെങ്കിലും തരുവാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല. ഒരു തകർന്ന ഹൃദയവും അതേസമയം സമർപ്പണത്തിൻ്റെ ആത്മാവുമായി കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ അടുത്തു വരുന്നു. കരുണയുടെ മാർഗമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. ഇന്ന് പകൽ ഇത് തരണം കർത്താവേ. അങ്ങയുടെ ജനത്തെ ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ജനത്തെ ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ദൈവകൃപ ഇവരുടെ നടുവിൽ നടമാടട്ടെ. മഹത്വം അങ്ങ് എടുക്കണേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദയവായിരുന്നാലും